ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് നമ്മുടെ പ്ലേലിസ്റ്റ് ഏത് പ്ലേലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോക്കിംഗ് ടു റിയൽ പീപ്പിൾ റിയൽ മണി എന്നുള്ളൊരു പ്ലേലിസ്റ്റിലെ വീഡിയോ ആണിത്. ആക്ച്വലി ഹീസ് മൈ ഫ്രണ്ട് എന്ന് പറയാം, ജിം ബ്രോ എന്ന് പറയുക എല്ലാം ഉണ്ട്. ഓക്കെ, ആൻഡ് ഹീസ് എ ബിഗിനർ ട്രേഡർ ഓൾസോ. സോ ഞങ്ങൾ ആക്ച്വലി ഒരു 1 വീക്ക് ആയുള്ളൂ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവന് കുറേ ഒരു ബിഗിനേഴ്സിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അപ്പം കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു, ഇന്നലത്തെ ട്രേഡ് കഴിഞ്ഞു, ഈ വീക്കിലെ ട്രേഡ് കഴിഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചു ഒരു ഇവരോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവനോട് ചോദിച്ചിട്ട് റെക്കോർഡോട് ചെയ്താലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഈ സത്യം പറഞ്ഞ വീഡിയോ എടുക്കുന്നത്. ഇത് ആക്ച്വലി പ്രത്യേകിച്ച് ഒന്നും സ്ക്രിപ്റ്റഡ് അല്ല, ഒരു കാര്യമോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും എന്താണ് ഞാൻ ചോദിക്കുന്ന ആ ഒരു രീതി, ജസ്റ്റ് ക്യാമറ ഓൺ ആണെന്നേ ഉള്ളൂ, ജസ്റ്റ് ടോക്കിംഗ് എന്നുള്ളതാണ്. നീ ഇൻട്രൊഡ്യൂസ് ചെയ്യ്, ജസ്റ്റ് ഉമ്മ പറഞ്ഞ പേര് പറഞ്ഞോ. ഹായ്, എൻ്റെ പേര് വിഘ്നേഷ് എന്നാണ്. ഞാൻ ഇപ്പം ഒരു 2 year ആയിട്ട് ട്രേഡിങ്ങിലുണ്ട്. പക്ഷേ ഞാനിപ്പം കറൻ്റ്ലി കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു, ഒരു 2 year കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇപ്പം നമ്മൾ ഒരുമിച്ച് ട്രേഡ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ ആക്ച്വലി ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതുകൊണ്ട് മാത്രം ട്രേഡിങ്ങിലേക്ക് വന്ന ആളാണ് ഇവൻ്റെ അനിയൻ്റെ കൂടാണ് എൻ്റെ മെൻറ്റർഷിപ്പിലേക്ക് വരുന്നത്. ആക്ച്വലി എൻ്റെ അനിയൻ കുറച്ച് നാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനും അവനോടാണ് ലിറ്ററലി വർക്കൗട്ട് ചെയ്യുന്നത്, അങ്ങനത്തെ രീതിയിലായിരുന്നു. പക്ഷേ കുറച്ചൊക്കെ ഒരു മൈൻഡ് സെറ്റ് അവനിൽ ബിൽഡ് ചെയ്തെടുത്തു. പെട്ടെന്ന് ബാംഗ്ലൂർക്ക് പോകേണ്ടി വന്നു. പിന്നെ അവിടുന്ന് ആ ഒരു കൺസിസ്റ്റൻസി വിട്ടുപോയി. ഇവനും സെയിം അവസ്ഥ, അതായത് കുറച്ച് നാളെ എൻ്റെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളെ കണ്ടുള്ളായിരുന്നു, വളരെ കുറച്ച് നാൾ. അത് കഴിഞ്ഞ് പിന്നെ പോയി തിരിച്ച്. അപ്പം ഈ ഒരാഴ്ച ട്രേഡ് ചെയ്ത എൻ്റെ എക്സ്പീരിയൻസ് എന്താ? ആക്ച്വലി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇപ്പോൾ ഒരു ട്രേഡ് തുടങ്ങിയ ഫസ്റ്റ് ഡേ പറയുമ്പോഴത്തേക്ക് നമ്മൾ ലണ്ടൻ സെഷനിലാണ് സാധാരണ ഇരിക്കാറ്. അപ്പോൾ രാവിലെ ഞാൻ ഓർക്കോൺട്രേഷൻ മാർക്കിൽ ഞാൻ പോയി ജസ്റ്റ് ഒന്ന് നോക്കും. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും, ഇവിടുത്തെ ട്രേഡ് കഴിഞ്ഞ് വീട്ടിൽ പോയി പിന്നെ ന്യൂയോർക്ക് സെക്ഷൻ നോക്കും. ഈ ട്രേഡ് എടുക്കുന്ന ടൈം പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ടൈമിൽ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻസ് ഉണ്ട് നല്ലപോലെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിക്വിഡിറ്റീസ് നോക്കി സ്വീപ്പ് ചെയ്ത് പോയി, പിന്നെ നമ്മൾ ഏത് പോയിന്റിൽ നമ്മൾ എടുക്കണം ഒക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും. അഥവാ നമ്മൾ ഇപ്പോൾ ട്രേഡ് എടുത്തു കഴിഞ്ഞെന്ന് വിചാരിച്ചോ, അത് പ്രോഫിറ്റിൽ എത്തുന്നവരെ, അത് TP അടിക്കുന്നവരെ ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം നേരെ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ അത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ ഒരു വീക്ക് നീ കംപ്ലീറ്റ്ലി കണ്ട് ഞാൻ ട്രേഡ് എടുക്കുന്നത് ഞാൻ എങ്ങനെ അത് മാനേജ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ നരേഷൻ അല്ലെങ്കിൽ നമ്മുടെ സെറ്റപ്പ് കറക്റ്റ് ആണെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം എപ്പോഴും. കാരണം ചിലപ്പോൾ ഞാനൊരു മെച്ചുവർ ബിഗിനർ ആയതുകൊണ്ടായിരിക്കാം ആ ഒരു പ്രശ്നം എനിക്കുണ്ട്. ആയതുകൊണ്ടായിരിക്കാം നല്ലതാണ്. അതിപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് വെച്ചാൽ എനിക്കും തുടക്കത്തിലുള്ള പ്രശ്നമായിരുന്നു. അത് വർക്ക് ഓൺ യുവർ സെൽഫ്, അത് പതിയെ ശരിയാവും. ഞാനും നീടെ ഒരുമിച്ച് എടുക്കുന്ന ട്രേഡ് ഞാൻ നോക്കാൻ നേരം ഞാൻ അവിടെ മാറി ഇന്ന് ഫോണിൽ റീൽ കണ്ടോണ്ടിരിക്കുകയായിരിക്കും. ഇയാള് തലയും ചെറിഞ്ഞ് മറ്റേ ഫൈലോട്ട് നോക്കിയിട്ടിരിക്കാം, പൊങ്ങുന്നു താഴുന്നു. അതാ ഡിഫറൻസ് ആക്ച്വലി. അതായത് നമ്മളിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ടോട്ടൽ എടുത്ത ട്രേഡ്സ്, ഫസ്റ്റ് എടുത്ത ട്രേഡ് കംപ്ലീറ്റ്ലി TP ആയിരുന്നു, രണ്ടാമത്തെ ലോസ് ആയിരുന്നു, പിന്നെ മൂന്നാം ട്രേഡ് എടുത്തു അതും TP ആയിരുന്നു. ഈ TP അടിച്ച 2 ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സമയം എടുത്തിട്ടാണ് TP അടിച്ചത്. അപ്പൊ അത്രയും നേരം നമുക്ക് ആ പേഷ്യൻസ് ബിൽഡ് ചെയ്ത് മാർക്കറ്റിൽ നിൽക്കാൻ കഴിയണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ നമുക്കൊരു നറേഷൻ ഉണ്ട്. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലത്. നമുക്ക് പിന്നെ കുറച്ച് വേറെ കാര്യങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് എഡിറ്റ് ചെയ്യണം, ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യണം, പറ്റുമെങ്കിൽ പാർഷ്യൽസ് എടുക്കണം, ഇതൊക്കെയാണ്. പക്ഷെ എല്ലാ ട്രേഡും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽസ് എടുക്കുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു സ്വഭാവമല്ല. ആക്ച്വലി ട്രേഡ് TP വരെ റൺ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇന്നലത്തെ ട്രേഡ് നീ പറഞ്ഞാൽ ക്ലോസ് ചെയ്യാൻ താഴെ, അതുപോലെ SL പോകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്താലോ എന്നുള്ളത്. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുന്നത്, ഒരിക്കലും ട്രേഡ് ഡ്രോ ഡൗണിലേക്ക് പോകുമ്പോൾ ഒരിക്കലും ക്ലോസ് ചെയ്യരുത്. ഡ്രോ ഡൗണിൽ പോയ ട്രേഡ് തിരിച്ച് പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ ഒരിക്കലും ക്ലോസ് ചെയ്യരുത്. നമ്മുടെ SL-ഉം TP-യും പ്ലേസ്ഡ് ആണ്, നമുക്കറിയാം. മാക്സിമം നമ്മുടെ ഒരു ട്രേഡിൽ ലോസ് ചെയ്യുന്ന എത്ര നമുക്കറിയാം, നമുക്കതിൽ കൺട്രോൾ ഉണ്ട്. അപ്പം ലോസ് ആവാൻ നമ്മൾ ഓക്കെ ആവുന്ന റിസ്ക് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഓക്കെ ആകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ട്രേഡിങ്ങിലേക്ക് വന്നപ്പോൾ
ആക്ച്വലി എന്താണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യമായിട്ട് തോന്നി? അതായത് ജസ്റ്റ് മാർക്കറ്റ് കുത്തിയിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നതാണോ, അതോ വന്നിട്ട് ഒരു സെറ്റപ്പ് ഉള്ളതിന്റെ ഇമ്പോർട്ടൻസ്? ഒരു സെറ്റപ്പ് ഉള്ളത് എപ്പോഴും നമുക്കൊരു മെറിറ്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടി. അത് ടൈം കൺസ്യൂമിങ് ആയ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ വരത്തില്ല. എത്ര ചെയ്താലും നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തും. അത് നമ്മൾ എത്ര ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ 10-12 മണിക്കൂർ എനിക്ക് സെറ്റപ്പ് ഉള്ളതിന് മുന്നേ കുത്തിയിരുന്നിട്ടുള്ള ആളാണ് ഞാൻ. അത്ര ചെയ്തിട്ടും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഞാൻ എന്തോ ഇനിയും കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ, ഞാൻ ഇനിയും പഠിക്കാനുണ്ടോ എന്നുള്ള തോട്ടിലേക്കൊക്കെ എത്തും. പക്ഷേ വൺ സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് എടുക്കുക, ട്രേഡ് എടുക്കുക, ലോസ് ആണ് പ്രോഫിറ്റ് ആണ്, ഡസൻറ്റ് മാറ്റർ. പ്ലേ അപ്പ് ചെയ്യുക, ജേർണൽ ചെയ്യുക, പോവുക, ഇറങ്ങി പോകുക എന്നുള്ളതാണ്. ഈ സാധനം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 month 3 months ഒക്കെ പ്രിലോങ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു റിസൾട്ട് ചേഞ്ചസ് നമുക്ക് കിട്ടും. 1 week തന്നെ നിനക്ക് 1 week കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി പേഷ്യൻസ് വേണം, സെറ്റപ്പിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ മെന്റൽ ഹെൽത്തും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഫീൽഡിൽ. മെന്റൽ ഹെൽത്തിനും നല്ലപോലെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം നമ്മൾ. ആക്ച്വലി മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നീ എങ്ങനെയാ, ലൈക്ക് സ്പിരിച്വലി ഞാനൊരു എയ്ത്തിസ്റ്റ് ആണെന്ന് വേണം പറയാം. ഓക്കെ, ഡസൻറ്റ് മാറ്റർ. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞല്ലോ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ബിലീവിങ് എ ഗോഡ്, അങ്ങനല്ല, ലൈക്ക് റിലീജിയൻ, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഹാവിങ് എ ഫെയ്ത്ത് അല്ലെ ഒരു ഹോപ്പ്, അതെങ്ങനെ നിന്റെ ട്രേഡിങ് ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? അത് വേണം അതിശ. അതിനോട് ഞാൻ 100% യോജിക്കുന്നു. ഞാൻ ഇന്നലെ ഒരുപാട് ആലോചിച്ചൊരു കാര്യമാണ്. ഞാനൊരു എത്തിസ്റ്റാണ്, നിനക്കറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലേ. എന്റെ സയന്റിഫിക് നോളജ് നിനക്ക്, ഞാൻ എവിടെ സാധനം ഉണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കാനുള്ള ക്യൂരിയോസിറ്റിയാണ് എനിക്ക്. ഫിസിക്സ് നിനക്ക് എന്നെ പണ്ട് പോലെ അറിയാവുന്ന എത്ര 5-6 വർഷമായി, എത്ര വർഷമായിട്ട് നിനക്ക് എന്നെ അറിയാവുന്ന. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഞാൻ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഞാനൊരു എത്തിസ്റ്റിൽ നിന്നൊരു ബിലീവറായി, അല്ലെങ്കിൽ പുട്ട് ഗോഡ് ഫസ്റ്റ് എന്ന് ഞാൻ എപ്പോഴും ആ ഒരു വേർഡ് എടുത്തിടുന്നതിന്റെ ഇമ്പോർട്ടൻസ് നിനക്ക് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ മനസ്സിലായി. ഇറ്റ്സ് നോട്ട് അബൌട്ട് എ റിലീജിയൻ കംപ്ലീറ്റ്ലി. ഞാനിപ്പം നീ ഇപ്പം ഒരു ഹിന്ദു ആണ്, ഞാൻ ക്രിസ്ത്യൻ ആണ്, അല്ലെ വേറെ ആൾ വന്ന അയാൾ മുസ്ലിം, അതിലൊന്നും അല്ല കാര്യം. ഞാൻ ആ ഒരു കാര്യത്തിനെ പറ്റിയല്ല സംസാരിക്കുന്നത്. കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് അല്ല. മെന്റൽ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം അമ്പലത്തിൽ പോകുന്ന കാര്യം പറയാം. രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് ഫീൽ, അതൊരു ഓറയാണ് ആക്ച്വലി. അതൊരു ഓറയാണ്. അല്ലാതെ ഇപ്പം എനിക്ക് രാവിലെ എണീറ്റ് കുളിച്ച് രാവിലെ പള്ളി പോയിട്ട് സൺഡേ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരാഴ്ച ഒരു ഫീൽ ഗുഡ് ആയിരിക്കും ആക്ച്വലി. അതെൻ്റെ മെന്റലി എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഇതൊരിക്കലും പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ആരും അത് തന്നെ, അല്ലെങ്കിൽ പോയില്ലെങ്കിൽ നിങ്ങളെ ദൈവം കൊണ്ട് വണ്ടി ഇടിപ്പിച്ച് കൊല്ലും, അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ പ്രയോറിറ്റൈസ് ചെയ്യുക, ഹോപ്പ് എപ്പോഴും കൊടുക്കുന്നത് ബെറ്റർ ആണ്. അത് വഴി മെന്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും ഒരു വലിയൊരു കാര്യമാണ്. അതെനിക്ക് ഈ ആഴ്ച എനിക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ട്. അതാ നീ ഇപ്പം എൻ്റെ കൂടെ നിന്ന് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അതാ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം നിനക്ക് അറിയാലോ. അതായത് നമ്മൾ ആരുടെ കൂടാണോ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ ലൈഫിൽ അവരുടെ ഒരു പ്രയോറിറ്റി കൂടി വരും. അവരായി മാറും പതി. അതിപ്പോൾ പണ്ടൊരു സേയിങ് ഉണ്ട്, അതായത് നിങ്ങളുടെ ക്യാരക്ടർ ഞാൻ പറയാം, നിങ്ങളുടെ ഒരു 2 സുഹൃത്തിനെ കാണിച്ചു തന്നാൽ മതി. നമ്മളെ സർക്കിൾ എത്ര നല്ലതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എന്താണോ ആക്ച്വലി. ചെറുക്കനെ പോയി ബസ് കട്ടൊക്കെ അടിച്ച് ഞാൻ പറഞ്ഞു, സാധാരണ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീൽ വരുമോ, ഞാൻ നേരെ പോയിട്ട് ബസ് കട്ട് അടിക്കുക, എന്നിട്ട് ജിമ്മിൽ പോയിട്ടൊരു ഹെവി വർക്കൗട്ട് സെഷൻ. അത് എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല ആ ഒരു വേവ് ലെങ്ത്. സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്ന എല്ലാ കാര്യവും ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് എന്തുവാ, ഇവൻ എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ സെയിം ഏജ് ആണ്. ഒരിക്കലും ആ റെസ്പെക്റ്റോ അതൊന്നും കീപ്പ് ചെയ്തിട്ടല്ല. അവനറിയാം ഞാൻ എങ്ങനെ ആയിരുന്നു. ഞാൻ വലിയ ഗ്ലോറിഫൈ എന്ന് ഞാൻ പറയില്ല, എന്നാലും ഈ ഒരു ലെവലിലേക്ക് ഞാൻ എങ്ങനെയും എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡിസിപ്ലിനും ഞാൻ ആ ലൈഫ് ഇവൻ കാണുന്നതായിരുന്നല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്/മെന്റർ എന്നോണം പറയാം. അപ്പം അങ്ങനത്തെ ഒരു ലെവലിൽ നിന്ന് അവൻ കണ്ടതാണ്. അപ്പൊ അവൻ അറിയാം ഇങ്ങനെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഈ റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത്. സോ ഈസ് ട്രൈങ് ടു ഹിസ് ബെസ്റ്റ്. ഒരാഴ്ച ഇവന് കിട്ടിയുള്ളൂ. ഞാൻ ഉറപ്പായിട്ട് പറയുന്നത് ഈ പോകുന്ന പോക്ക് ഇവൻ ഒരു 1 month to 2 months എൻ്റെ കൂടെ കറക്റ്റായിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ
ഉണ്ടാകാൻ പോകുന്ന ചേഞ്ചസ് ഞങ്ങൾ ഇനി 2 മാസം കഴിഞ്ഞിട്ട് വേണം ഒന്നുകൂടെ ഒരു വീഡിയോ എടുക്കുക. ഞാൻ പിന്നെ സത്യം നല്ലപോലെ ശല്യം ചെയ്യുന്നുണ്ട്. ഞാൻ ടൈം അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എപ്പോഴും ഇതിനെ വിളിച്ച് ഫ്രീ ആണോ, ട്രേഡ് എടുക്കുന്നുണ്ടോ, ജിമ്മിൽ പോകുന്നുണ്ടോ. ഇവൻ വന്നിട്ട് ഇപ്പം എവിടെയായിരുന്നു നീ പഠിച്ചവിടെ? ഞാൻ ഡൽഹിയിലായിരുന്നു. ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഒരു 2 ആഴ്ച എത്രയായി? 2 വീക്കായി. ആദ്യത്തെ വീക്ക് ഞങ്ങള് ഞാൻ ഇവനോട് പറഞ്ഞു വരണ്ട, സ്കിപ്പ് ചെയ്ത് കുറച്ച് അധികം വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴേ ഇവൻ പിന്നെ ഒരു ജോബിനൊക്കെ അപ്ലൈ ചെയ്തു. എനിക്ക് ഒറ്റ കാര്യത്തിലുള്ള ഇവനോട് ആ ഒരു രീതിയിലേ ഉള്ളൂ, എന്താണ് അത്ര ഓക്കെ അല്ലാഞ്ഞത്. ഇവന് കിട്ടിയ ജോലി ഇവൻ കംപ്ലീറ്റ്ലി നോ പറഞ്ഞു. ഇവന് ഒരു ഓഫർ ലെറ്റർ കിട്ടി, ഇവൻ നോ പറഞ്ഞിട്ട് ആ ജോലി ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചു പറഞ്ഞു. അവൻ എന്നോട് പറയാതാണ് അവൻ നോ പറഞ്ഞത്. ഇയാൾ നോയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് ഞാനത് നോ കൊടുത്ത് അപ്പോൾ എനിക്ക് ഫസ്റ്റ് എന്താണ് വല്ലാത്തൊരു ഫീല് വന്നത്. ആക്ച്വലി ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണോ ഇവനിങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു ഫീൽ. കാര്യം ഞാൻ മോസ്റ്റ്ലി കണ്ടിട്ടുള്ള ആൾക്കാരില്ല. ഇപ്പം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എത്രത്തോളം തുടക്ക സമയത്ത് ടൈം കൊടുക്കുന്ന അത്രത്തോളം നിങ്ങൾ മാർക്കറ്റിൽ ഇരിക്കാനും കാര്യങ്ങൾ കാണുമ്പോൾ ബെറ്റർ ആവാനൊക്കെ ചാൻസസ് ഉണ്ട്. പക്ഷേ ഇവൻ ഓൾറെഡി ഒരു സെറ്റപ്പ് ഉണ്ട്. എൻ്റെ സെയിം സെറ്റ് VLP ILP ട്രേഡ് ചെയ്യുന്ന ആളാണ് ഇവൻ. അപ്പം ഇവൻ അതിൻ്റെ ആവശ്യമില്ല. ഇവന് ആകെ ഞങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ആകെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് ഞങ്ങൾ ട്രേഡ് കഴിയും. അത്രയും ഒരു സമയത്തിന് വേണ്ടിയിട്ടാണോ പിന്നെ ഇതൊക്കെ ഗീവ് അപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചു. ആ ഒരു ചോദ്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ചോദിച്ചില്ല, ഇപ്പോഴാണ് ചോദിക്കുന്നത്. ആക്ച്വലി ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരു 9 to 5 ജോബ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല സത്യം പറഞ്ഞാൽ. ഞാനിപ്പം ആ PG അതെന്താ അറിയാവോ, ഈ ഒരു ട്രേഡിങ്ങിലേക്ക് വന്ന് അല്ലെ ട്രേഡിങ്ങിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയ ആർക്കും പിന്നെ 9 to 5 ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇപ്പൊ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ജോലിക്ക് പോകാന്ന് വിചാരിച്ചോ, ഞാനൊരു ട്രേഡറാണ്. എനിക്കിപ്പോൾ ഈ ഒരു ലെവലിൽ എൻ്റെ സമ്പാദ്യം എല്ലാം ഒറ്റയടിക്ക് പോകുമെന്ന് വിചാരിച്ചോ, എനിക്ക് ട്രേഡ് ചെയ്യാനും ആക്സസ് ഇല്ലെന്ന് വിചാരിച്ചോ, ഈ ഒരൊറ്റ മൊമെന്റിൽ ഞാനൊരു ജോലിക്ക് പോകേണ്ടി വരും. എനിക്ക് ചിലപ്പോൾ 20,000 രൂപയായിരിക്കും ഒരു ഓഫർ ചെയ്യുന്നത്. ഈ 20,000 രൂപ സാലറി എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമ്പോൾ ഞാൻ ആദ്യം ചിന്തിക്കുന്നത്, ഞാൻ 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ പൈസ ഈ ഒരു മാസം ഞാൻ ഈ ഒരു സാധനം മൈൻഡിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അമൗണ്ടിനെ നിങ്ങൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആയിട്ട് വെച്ച് കമ്പയർ ചെയ്യും. പതിയെ നിങ്ങൾക്ക് ഇതിലേക്ക് അഡിക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു എന്താണ്, എനിക്കിപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യണം, എൻ്റെ ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് പുതിയ കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നിനക്കൊരു അത്യാവശ്യം കിട്ടിയ ജോലി നീ വേണ്ടാന്ന് വെച്ചിട്ട് ഇതിലേക്ക് ഇരിക്കുമ്പോഴും എൻ്റെ മൈൻഡിൽ നിനക്കൊരു സോഴ്സ് ഓഫ് ഇൻകം ഇല്ലാതാവുക ചെയ്തത്. പറഞ്ഞു മനസ്സിലായി. അപ്പോൾ ഒരു ബിഗിനർ, ഒരു തുടക്കത്തിൽ ഒരാൾക്ക് ഒരു ഫുള്ളി നീഡ്സ് ഇതിൽ നിന്ന് മിറ്റിഗേറ്റ് ചെയ്യണം മൈൻഡ് സെറ്റ് വന്നിരിക്കുമ്പോൾ മെൻ്റലി നല്ല രീതിയിലാവാൻ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിന്റെ അടുത്ത് പറയുന്നത്, നീ ഒറ്റയ്ക്ക് ട്രേഡ് എടുക്കണ്ട, ഞാനില്ലാതെ ട്രേഡ് എടുക്കണ്ട എന്നുള്ളത്. ഇന്നലെ ആയാലും അതുകൊണ്ട് ഇന്നലെ തല്ലി നമ്മുടെ എൻട്രി കുറച്ച് ലേറ്റ് ആയി. അല്ലെ നിനക്ക് നിന്റെ അക്കൗണ്ടിന് ക്രെഡൻഷ്യൽസ് തരാം, കുഴപ്പമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. വേറൊന്നുമല്ല, മൈൻഡ് സെറ്റ് ആണ്. ഇപ്പൊ എനിക്കിപ്പോ ഒരു ജോബ് കളഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. ഇപ്പം ഒരുപാട് ആൾക്കാർ ട്രേഡ് നമുക്കറിയാം, വർക്കിന് പോകുന്നുണ്ട്, ഈവനിങ് വന്നിട്ട് ന്യൂ യോർക്ക് സെഷനിൽ അവർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മോർണിംഗ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്രീ ടൈമിൽ അവർ ചെയ്യുന്നുണ്ട്. ഞാൻ ഡൽഹി ക്ലാസ്സിലൊക്കെ പോയി മെട്രോയിൽ വരുന്ന സമയത്ത് പോലും ഞാൻ കണ്ടിട്ടുണ്ട്, മെട്രോയിലൊക്കെ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതാ ഹാവിങ് എ സെറ്റപ്പിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ മാർക്കറ്റിലേക്ക്, ഇപ്പൊ ഞാൻ മാർക്കറ്റിലേക്ക് വരുന്ന ഒരിക്കലും എന്തെങ്കിലും ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനോ ബാക്ക് ടെസ്റ്റ് ചെയ്യാനോ ഒന്നുമില്ല, ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയാം എന്താ മാർക്കറ്റ് നടക്കുക, ആ സാധനം കാണുവാണെങ്കിൽ എടുക്കുക പോവാന്നുള്ളത്. അത് ഇല്ലെങ്കിൽ ട്രേഡ് എടുക്കില്ല പോവാന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെന്തോ കുറച്ച് കാര്യം ചെയ്യുന്നുള്ളോ, അല്ലെങ്കിൽ ഇനിയും കൂടുതൽ എന്തോ ചെയ്യാനുണ്ടോ, ഈ സാധനമാണോ എന്നെ ബാക്കിലോട്ട് ലാഗ് ചെയ്യിക്കുന്നത് എന്നുള്ള തോട്ടാണ് എല്ലാവരെയും കൊണ്ടേ കൂടുതൽ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതും അവസാനം ഒന്നും അല്ലാത്ത ലെവലിലേക്ക് എത്തുന്നത്. ഞാനിതൊക്കെ സത്യം ഇതൊക്കെ എങ്ങനെ എനിക്കറിയാം, ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുള്ളതാ. നിനക്കറിയാമല്ലോ, ഞാൻ ദുബായി പോയി 95 എന്നൊന്നും പറയുന്നില്ല, 16 മണിക്കൂറൊക്കെ ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ട്രേഡിങ്ങിലേക്ക് വന്നത്, ട്രേഡിങ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. അപ്പം അത്രയും ആ ഒരു സമയത്തിനുള്ളിൽ എനിക്ക് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ലെസ് യു പുട്ട് യുവർ ടൈം, അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റാണ് ട്രേഡിങ്ങിൽ. ലെസ് ഈസ് മോർ. അത് മനസ്സിലാക്കുന്നിടത്തെ സത്യം പറഞ്ഞാൽ സക്സസ് ഉള്ളൂ. പക്ഷെ ആൾക്കാർ ചില സ്മാർട്ട് വർക്ക് എന്നൊക്കെ പറയും, പക്ഷേ ശരിക്കും ഹാർഡ് വർക്ക് ആണത്. ഹാർഡ് വർക്ക് തന്നെയാണ് സത്യം പറഞ്ഞാൽ ട്രേഡിങ്ങിലാണ് ഞാൻ പറയുന്ന ആ ഒരു സ്പെൻഡ് ചെയ്യുന്ന ഒരു 10, 15, 20 മിനിറ്റ്, അത് ആക്ച്വലി നമുക്ക് കുറേയേറെ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പഠിക്കും. അതെ, കുറേയേറെ കാര്യങ്ങൾ. ട്രേഡ് മാത്രം ആയിരിക്കത്തില്ല, നമ്മുടെ മെന്റൽ ഹെൽത്ത്. ഒരു ട്രേഡ് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരു ട്രേഡ് അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, സെൽ ഓർ ബൈ ആ ഒരു പൊസിഷനിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫ്രം ദെയർ നിങ്ങൾ ആസ് എ ഹ്യൂമൻ നിങ്ങളുടെ ഇമോഷൻസ് അവിടെ വർക്ക് ചെയ്ത് തുടങ്ങുക ചെയ്യുന്നത്. നിങ്ങൾ ഇംപേഷ്യൻസ് ആണോ, നിങ്ങൾ ക്ഷമയില്ലാത്ത ആളാണോ,
നിങ്ങൾ കുറച്ചുകൂടെ ഗ്രീഡി ആണോ ഈ സാധനം. പിന്നെ അങ്ങോട്ട് ട്രേഡ് അല്ല അവിടെ നടക്കുന്നത്, പിന്നെ അങ്ങോട്ട് നിങ്ങൾ ഇമോഷണൽ ഇംബാലൻസ് ആണ് നടക്കുന്നത്. നിങ്ങൾ എത്രത്തോളം ഇമോഷണലി ബാലൻസ്ഡ് ആണ്, അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ആ ട്രേഡിലൂടെ നിങ്ങളെ എക്സ്പോസ് ചെയ്യുന്നത്. ഞാൻ ആരുടെ പേര് പറയുന്നില്ല, എൻ്റെ മെന്റർഷിപ്പിലുള്ള ഒരാളുണ്ട്, എടുക്കുന്ന ട്രേഡ് ആണ് പക്ക ബ്യൂട്ടിഫുൾ ട്രേഡാ, പക്ഷെ എല്ലാം ക്ലീൻ ട്രേഡാ. ഞാൻ ആ ട്രേഡ് പ്രൈസ് ലെവൽ എടുത്തിട്ട് ഞാൻ ജേണൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ക്ലീൻ ട്രേഡ് എടുക്കുന്നത്. പക്ഷെ ട്രേഡ് റണ്ണ് ചെയ്ത് തുടങ്ങുമ്പോഴേ ക്ലോസ് ചെയ്യുക, ട്രേഡ് റണ്ണ് ചെയ്യുമ്പോഴേ ക്ലോസ് ചെയ്യുക. ചിലപ്പോൾ ഒരു 5 പിപ്പിലൊക്കെ ആയിരിക്കും ആൾ ക്ലോസ് ചെയ്യുന്നത്. 1:2 ആണ് നമ്മുടെ റിസ്ക്, അത് അത്ര 1:1 പോലും ആൾ ഫോളോ അപ്പ് ചെയ്യുന്നില്ല. എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് ആളുടെ റിസ്ക് വരുമ്പോൾ സ്റ്റോപ്പ് ലോസിന് വേണ്ടി ആൾ എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യും, TP അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. ജസ്റ്റ് ഒരു ചെറിയ പ്രോഫിറ്റ് വരുമ്പോഴേ ക്ലോസ് ചെയ്ത് പോകാം. പക്ഷെ ആ ട്രേഡ് എല്ലാം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലാക്കാൻ ഒരു അക്കൗണ്ടിനെ റിട്ടേൺ എടുക്കാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്, അവിടെ ഇപ്പോൾ ട്രേഡിങ്ങിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അവിടെ നമ്മളാണ് ആക്ഷൻസ് എടുക്കുന്നത്. ആ TP സെറ്റ് ചെയ്യുക, അല്ലെ TP നേരത്തെ ട്രേഡ് ക്ലോസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആൾ ഇമോഷണലി പേഷ്യൻസ് ഇല്ലാത്ത ആളായതുകൊണ്ട് മാത്രമാണ് ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ഇഷ്യൂ ഉണ്ടാവുന്നത്. അത് എനിക്ക് ഓൾറെഡി ഉണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ ട്രേഡിൽ ഞാൻ പറഞ്ഞു നമുക്ക് ക്ലോസ് ചെയ്യണോ, ഇവരെപ്പോഴും വരടാ ഇത്രയും നേരം ട്രോളാടി പോയിട്ടിടയില്ലേ. ഞാൻ പറയണ SL വെച്ചിട്ടുണ്ടല്ലോ, നീ എന്തിനാ പേടിക്കുന്നത്? മാക്സിമം ഈ ഒരു ട്രേഡിൽ ലോസ് ആവുന്ന എത്ര ആണെന്ന് നമുക്കറിയാം. അത് ഞാൻ ഒരിക്കലും അവനെ കുറ്റപ്പെടുത്തിയല്ല, ഞാൻ അവനോട് സംസാരിക്കുക ചെയ്യുന്നത്. ഞാൻ അവനോട് ഇങ്ങനെ പറയുന്നത്, നീ വറീഡ് ആവണ്ട, SL ആണെങ്കിൽ നമുക്ക് ഇതാണ് SL ആവാൻ പോകുന്നത്. ഇത്ര ട്രേഡ് നമുക്കറിയാം, നമ്മൾ ഇത്ര ട്രേഡ്സ് ആണ് നമ്മൾ എടുക്കുന്നത്, ഇത്ര $ആണ് അല്ലെങ്കിൽ ഇത്ര % ആണ് അക്കൗണ്ടിൻ്റെ ഒരു റിസ്ക് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ റിസ്ക് വന്നാൽ പിന്നെ നമ്മൾ ട്രേഡ് എടുക്കത്തില്ലല്ലോ. അപ്പം അത് നമ്മളിപ്പം ഞാനൊരു മാർക്കറ്റിലേക്ക് അത് ആ ഒരു മൈൻഡ് സെറ്റിൻ്റെ ഇഷ്യൂ. അപ്പം ഞാൻ മാർക്കറ്റിലേക്ക് വരുന്നത് എനിക്കറിയാം ഒരു ദിവസം എത്ര $, ലോസ് ആവുന്നു. അപ്പോൾ അത് ലോസ് ആയി എന്നുള്ള മൈൻഡ് സെറ്റ് ഞാൻ മാർക്കറ്റിലേക്ക് വരുന്നത്. എനിക്ക് ആ സത്യം ഓപ്പൺ ആയിട്ട് പറയാം, എനിക്ക് മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഒന്നെങ്കിൽ പറയുന്നത് എൻ്റെ സെറ്റപ്പിനെ ബ്യൂട്ടിഫുൾ അതുകൊണ്ട് മാത്രമല്ല, ഒരു കൈൻഡ് ഓഫ് ഒരു ലക്കെന്നും വേണേൽ പറയാം. അത്രത്തോളം മാനിപ്പുലേറ്റഡ് ആണ് ഈ മാർക്കറ്റ്. ഇവിടെ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ സ്കില്ലാണ്, പ്യൂർ സ്കില്ലാണ്, ട്രേഡിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ബട്ട് സ്റ്റിൽ കുറെ ഏറെ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ലോസസിനെ എംബ്രേസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിലേക്ക് വരുമ്പോൾ തന്നെ പകുതിയും കാര്യങ്ങളും ഓക്കെ ആയി. നമ്മൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു ബിഗിനേഴ്സ് ആൾക്കാർ എപ്പോഴും പ്രോഫിറ്റ് പ്രതീക്ഷയാണ് എല്ലാത്തിലും പോകുന്നത്, എംബ്രേസ് ചെയ്യുന്നത് അതിനെ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ട്രേഡ് ഓപ്പൺ ചെയ്യുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്രോ ഡൗണിലാണ്. അപ്പം മനസ്സിലാക്കുക, ഈ ഓൾറെഡി ലോസ്, നിങ്ങൾ ട്രേഡിൽ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ലോസ് ആയി, പിന്നെ കിട്ടുന്ന പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ച് വേണം ട്രേഡിൽ എൻ്റർ ചെയ്യുന്നത്. അതായത് വൺസ് നമ്മളൊരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് വെച്ച് നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് ലോസ് ആയി എന്ന് കൺസിഡർ ചെയ്യുക. ആ ട്രേഡ് ലോസ് ആയി, ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് TP ആകുക എന്നുള്ളതാണ്. പറഞ്ഞ് മനസ്സിലായി. അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് നിൽക്കുമ്പോഴാണ് എന്നാലും പിന്നെ നമ്മൾ ആ ഒരു ട്രേഡ് നേരെ പോയിട്ട് ലോസ് ആയാലും നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, പക്ഷേ നമ്മൾ ഒത്തിരി ക്യൂരിയസ് ആയിട്ട് ഒത്തിരി പ്രതീക്ഷിച്ച ഒരു ട്രേഡ് പോയിട്ട് SL അടിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓവർ ട്രേഡ് ചെയ്യാനും റിവെഞ്ച് ട്രേഡ് ചെയ്യാനൊക്കെ ചാൻസസ് ഭയങ്കര കൂടുതലാണ്. തുടക്കത്തില് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളൊരു പരിപാടി അതങ്ങനെയാണ് ആക്ച്വലി. ഓവർ ട്രേഡ് ആണ് ഒരു ബിഗിനറിനെ ഏറ്റവും കൂടുതൽ തളർത്തുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് വേണം, നമ്മൾ ഡെയിലി ഇത്ര ട്രേഡ് ചെയ്യാവും. ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തില് സെറ്റപ്പ് എന്ന് പറയുമ്പം മെയിൻലി ഞാൻ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഹാവ് എ സെറ്റപ്പ്, നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ സെറ്റപ്പ് ഉണ്ടായിരിക്കണം. സെറ്റപ്പില്ലാതെ ട്രേഡ് ചെയ്യാൻ കഴിയത്തില്ല. കുറച്ച് നാൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയും കാണിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റും. പക്ഷേ ഒരു ലോങ് ടൈം സസ്റ്റൈനബിൾ ഒരു ഫുൾ ടൈം ട്രേഡർ എന്നൊക്കെ എന്നുള്ള മൈൻഡ് സെറ്റിൽ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു സെറ്റപ്പിനേക്കാൾ ഉപരി ഒരു റൂൾ ബേസ്ഡ് സെറ്റപ്പ് എന്ന് ഞാൻ പറയും. അതായത് ഇത്ര ലോസ്, ഇത്ര ട്രേഡ്സ്, ഇത്ര റിട്ടേൺസ് പെർ വീക്ക് അല്ലെ പെർ മന്ത് എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ ഡേറ്റ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ സാധനം റൺ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എനിക്ക് ബിജിനോടൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഞാനിപ്പം ജോബൊക്കെ, എൻ്റെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ജോബൊക്കെ ആയോ, നമ്മൾ നാട്ടിലോട് ഇറങ്ങി കഴിഞ്ഞാൽ അല്ലാതെ ഉള്ള ചോദ്യം, ജോലിയൊക്കെ ആയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നും വിട്ട് പറയത്തില്ല. ഞാനതും പറയുന്നില്ല, ഞാൻ ട്രേഡിംഗ് ആണ് ചെയ്യുന്നത് എന്ന് പറയുന്നില്ല. അപ്പം ഞാൻ ഇതുപോലെ ആളത്ത് പുറത്തുള്ള ആളത്ത് സംസാരിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു പരിപാടിയല്ല. ഇത് നമുക്ക് ലോങ് ടേം നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല ട്രേഡിങ്. നമുക്ക് എപ്പോഴും ഒരു ഫിക്സഡ് ഒരു ജോബ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഇൻകം നമുക്ക് മന്ത്ലി കിട്ടുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി വിജയൻ എന്താണ് പറയാനുള്ളത്? ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഒരു പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ഒരാൾ, ഇപ്പം ഗവൺമെന്റ് ജോലി കിട്ടുക എന്ന് പറയുന്നതിന് എത്ര ഹാർഡ് വർക്ക് ഉണ്ടെന്ന് നമുക്കറിയാം. ഇപ്പം നോർമലി പറയുകയാണെങ്കിൽ ഒരു പഠിച്ചിറങ്ങുന്ന ആൾക്കാരെല്ലാം വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് സെക്ടറിലാണ് അല്ലേ? അവിടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക്
എത്രത്തോളം ഷുവർ ഉണ്ട് ആള് സസ്റ്റെയിൻ ആയിട്ട് ലൈഫ് ലോങ് ആ ഒരു കമ്പനി തന്നെ തുടരുന്നു? ആ ബോസ് വന്നിട്ട് അയാളെ ഫയർ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങാന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെയുള്ള ട്രേഡിങ്. ഇപ്പം പിന്നെ വേറൊരു ബ്യൂട്ടിഫുൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സസ്റ്റെയിൻ ആയിട്ട് കറക്റ്റായിട്ട് ചെയ്ത് മുമ്പോട്ട് പോയി ഒരു ലെവൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സ്കെയിലപ്പ് ചെയ്യും, നമ്മുടെ അക്കൗണ്ട് എന്തായാലും സ്കെയിലപ്പ് ചെയ്യും. അപ്പം നമുക്ക് ഒരു മാസം കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് നമുക്ക് ചിലപ്പോൾ 6 മാസം ജീവിക്കാൻ പറ്റും. പക്ഷെ ഒരു സാലറിയുടെ ബേസ് ആണ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും അറ്റ് ദ എൻഡ് ഓഫ് ദി മന്ത് ആൾ അതിനെ ഇങ്ങനെ ക്രേവ് ചെയ്തിരിക്കണം. പിന്നെ ഒബ്വിയസ്ലി ലോസസ് ഉണ്ട്, ഇല്ലെന്നല്ല, ഒബ്വിയസ്ലി ലോസസ് ഉണ്ട്, ഇല്ലാതെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പം ആ ഒരു ഇപ്പം ചില മാസങ്ങളിൽ ഇപ്പം പറഞ്ഞ പോലെ തന്നെ എല്ലാ മാസം ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ആയാലും ഒരു സാധനം EMI എടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെ. കാര്യം എനിക്ക് അറിയത്തില്ല അടുത്ത മാസം എന്താണെന്നുള്ളത്. എൻ്റെ ഈ സേവിങ്സ് കൊടുത്ത് എനിക്ക് തീർക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ഫോൺ മേടിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ് എന്ത് മേടിക്കുകയാണെങ്കിലും, ഈവൻ ഒരു കാർ മേടിക്കാൻ പോകുന്നെങ്കിലും ഫുൾ റെഡിക്ക് പേയ്മെൻറ്റ് ചെയ്തതിനു ശേഷം ചെയ്യുള്ളൂ. ബിക്കോസ് ഐ എം എ ട്രേഡർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൈസെൽഫിനോട് എനിക്ക് ട്രസ്റ്റ് ഇല്ലയോ എന്നുള്ളതല്ല. നമുക്ക് മാർക്കറ്റിനെ ഒരിക്കലും ഇങ്ങനെയാണെന്ന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് അറിയാലോ, സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ഇറ്റ്സ് പ്രോബബിലിറ്റി ഗെയിം. ഇപ്പം തന്നെ ആയാലും എൻ്റെ സെറ്റപ്പിൽ ഒരു വർഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന 3 മാസമുണ്ട്. ആ 3 മാസം ഭയങ്കര ക്രൂഷ്യലായിരിക്കും. എൻ്റെ സെറ്റപ്പ്, എൻ്റെ വിൻ റേറ്റ് ഭയങ്കര കുറവാണ്. അപ്പം ആ ഒരു മാസത്തിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ആകുക എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു അയ്യോ ഭയങ്കര റിസ്കി ആണല്ലോ, അല്ലെ എല്ലാം വന്ന് സാലറി കിട്ടത്തില്ലല്ലോ എന്ന് പറയുന്നതിനുപരി എങ്ങനെ ഇതിനെ കുറച്ച് റിസ്ക് കുറച്ച് ക്ലീൻ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തുമ്പോഴാണ്. അതിപ്പോൾ ജോബാണെങ്കിലും ഇപ്പം ഇപ്പം ജോലി ചെയ്യുന്ന ഒരാളെന്ന് വിചാരിക്കുക, നീ ഏതെങ്കിലും ഒരു ഇൻഫോസിസിലോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സെക്ടർ, നീ ഏതെങ്കിലും ഒരു കമ്പനി ജോലി ചെയ്യുന്ന ഒരാളെന്ന് വിചാരിക്കുക. പെട്ടെന്ന് നിന്റെ ജോലി പോയി എന്ന് വിചാരിക്കുക. ഇപ്പം വേണമെങ്കിൽ ചിന്തിക്കുക, അവിടെ ഇങ്ങനെ ലേബർ കോട്ട് ഉണ്ടല്ലോ, അങ്ങനെ പെട്ടെന്ന് ജോലി കളയാൻ പറ്റത്തില്ലല്ലോ. എങ്ങനെയാണെങ്കിലും അതിന് ചാൻസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കും പറയാം, എനിക്ക് ഇഷ്ടം പോലെ മാർക്കറ്റ് ഉണ്ട്, എനിക്ക് ഇന്ത്യൻ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ക്രിപ്റ്റോ ചെയ്യാം, ഫോറക്സ് പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചേഴ്സ് ചെയ്യാം, അങ്ങനെ പലതും പറഞ്ഞ് എനിക്ക് എക്സ്ക്യൂസ് ചെയ്യാം. ഒന്നും സസ്റ്റൈനബിൾ അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നും കയ്യിലുള്ള ക്യാഷ് അല്ലാതെ വേറെ ഒന്നും വെളിയിൽ നിന്ന് വരുന്ന സംഭവം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം ഒന്നും സസ്റ്റൈനബിൾ അല്ല. സാലറി ആവാം, ട്രേഡിംഗ് പ്രോഫിറ്റ് ആവാം. എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ എനിക്ക് ഇത്രേ ഉള്ളൂ പ്രത്യേകിച്ച് ഇതിനകത്ത് പറയാം. എന്നോട് നിനക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പം ഈ ഒരു പ്രായത്തിലും വീട്ടിൽ കുത്തിയിരിക്കുക. എന്നോട് പലരും ചോദിച്ചു, ഞാൻ പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത്, മോന് വെളിയിലൊന്നും പോകണ്ടായോ, ഇപ്പോഴും വീട്ടിൽ തന്നെ ആണോ, എല്ലാ കാര്യം. ഇപ്പൊ തന്നെ എൻ്റെ ബൈക്ക് എടുത്ത സമയത്ത് എന്നോട് ചേട്ടൻ എടുത്ത് തന്നേ ഇല്ലയോ, കൊള്ളാം, നല്ല വണ്ടി. ഒരു കാര്യത്തിലും ഇപ്പൊ എന്ത് ചെയ്താലും വീട്ടിലിപ്പോ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴായാലും ചേട്ടനാ ചെയ്യുന്നില്ലേ, ശരി. ഇപ്പം ഞാൻ എല്ലാവരും ജോലിയും കൂലിയും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞിരിഞ്ഞ് നടക്കുന്നു. അല്ലെ പിന്നെ എനിക്ക് കാണിക്കാൻ പറ്റും ആ ഒരു ലക്ഷറിയസ് ലൈഫ് ജീവിച്ച് കാണിക്കണം. പക്ഷെ നിനക്കറിയാലോ ഞാൻ എങ്ങനെ എന്റെ ലക്ഷറി ഇതാണ്. ഞാൻ ജസ്റ്റ് വണ്ടി എടുക്കും, വെളിയിൽ പോകും, അവിടെ പോയിടും. എനിക്ക് അതാണ് ലൈക്ക്, ഞാൻ സത്യം പറഞ്ഞാൽ സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് എൻ്റെ മണിയെ ഞാൻ കാണുന്നത്. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ട്രേഡ് ചെയ്യാന്ന് പറയുന്ന അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല. എനിക്ക് ഇഷ്ടമാണ് സംഭവം, പക്ഷെ ട്രേഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് ക്രേവിങ്സോ ഇല്ല. അത് ഒരു നിങ്ങളൊരു ബിഗിനറോട് സംസാരിച്ചറിയാം, അവർക്ക് ട്രേഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതങ്ങനെ ട്രേഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ആരാണോ അവരല്ല ഒരിക്കലും ട്രേഡർ. കഷ്ടപ്പെട്ടിരുന്ന് ട്രേഡ് ചെയ്യുന്നവനാ ട്രേഡർ. കാര്യം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തുടക്കകാലത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ട്രേഡ് ചെയ്യാൻ. ഇപ്പം ഞാൻ വരുന്നത് മാർക്കറ്റ് വരെ എൻ്റെ സെറ്റപ്പ് ഉണ്ടോ, എനിക്ക് ക്യാഷ് വേണം, ക്യാഷ് ഉണ്ടാക്കണം. പക്ഷെ ആ മൈൻഡ് സെറ്റ് തന്നെ ട്രേഡിങ് പ്രോഫിറ്റിലോ P&L എന്നെ ബാധിക്കരുത്. അതിന് വേറെ വലിയൊരു കാര്യം. അതുകൊണ്ടാണ് ഒരു ട്രേഡർ ഇമോഷണലി ബാലൻസ്ഡ് ആകുക എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് എന്തും വേണ്ടി ഉണ്ടെന്നുള്ളത്. കുറെ നാളോടെ കഴിഞ്ഞ് ഇനിയിപ്പോൾ സ്കെയിലപ്പ്, ഞാനിപ്പം അറിയാലോ ഞാൻ ഫ്യൂച്ചേഴ്സ് സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം സ്കെയിലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ എടുക്കുന്ന ട്രേഡ്സിന്റെ എണ്ണം പോലെയല്ല ഇപ്പോൾ എടുക്കുന്നത്. ആഴ്ചയിൽ 1-2 ട്രേഡ് എടുത്തോണ്ടിരുന്ന ഞാനിപ്പം മാസത്തിൽ 1-2-3 എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് ഞാൻ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വർക്ക് അവിടെ നോക്കുമ്പോൾ അതിനനുസരിച്ച് കുറയുന്നുണ്ട്. അപ്പം ഒരു കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ട്രേഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ആ ഒരു മന്ത്ലി ഇൻകത്തിനെ ബാലൻസ് ചെയ്യുക എന്നുള്ള ലെവലിൽ മാത്രം ആയിരിക്കണം എന്നുള്ളതിലാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്. അപ്പോൾ എൻ്റെ നല്ല കുറച്ചൊക്കെ ട്രേഡിങ്ങിൽ മെച്യൂർ ആവുന്ന ആൾക്കാരെല്ലാം അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. ഫുൾ ടൈം മാർക്കറ്റിൽ കുത്തിയിരിക്കുക, ട്രേഡ് ചെയ്യുക എന്നുള്ള ഈ തോട്ട് വരുന്നത് തന്നെ ബിഗിനേഴ്സിനായിരിക്കും. അത് അങ്ങനെ ഒരു സംഭവം ആരോടും ചോദിച്ചാൽ അത് മനസ്സിലാവും. ഞാൻ തന്നെ ബിജിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ് നമ്മളെ വീക്ക് 1 തുടങ്ങിയ സമയത്ത് ഞാൻ രാവിലെ ഉറക്കുവാനായിട്ട് ഫ്രഷായി, കാരണം വീട്ടിലൊന്നും ഇല്ല, ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോഴും മാർക്കറ്റിലിരിക്കുക. അപ്പോൾ ഞാൻ ബീജിൻ്റെ അടുത്ത് പറയാം, ഞാൻ രാവിലെ ഇതുപോലെ നോക്കി. അപ്പോൾ ബീജിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്ര നോക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. നമുക്ക് സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ടൈമിൽ കയറുക, എടുക്കുക, ഇറങ്ങുക. പക്ഷേ ഇതല്ലേ പറ്റാത്തേ.
ഇങ്ങനെ ചെയ്യാനാ പറ്റാത്ത. അതായത് മാർക്കറ്റ് ഇരുന്നില്ലെങ്കിൽ അയ്യോ ഞാൻ എന്തോ കാര്യം മിസ് ഔട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനത് ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ലേൺ ചെയ്യുന്നില്ല എന്നുള്ള ഒരു മൈൻഡ് നമുക്ക് വരും. അപ്പൊ നമ്മള് അതിപ്പോ ഞാനിപ്പോ മാറ്റിയെടുത്തോണ്ടിരിക്കണം. സത്യം പറഞ്ഞില്ല, ബിജു പറയുന്ന ഓരോ കാര്യങ്ങളും പയ്യെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് പതിയെ കണ്ടോണം. ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പം ഇവനോട് ഇങ്ങനെ ഒരു ടോക്ക് ഞാൻ സെറ്റ് ചെയ്ത് തന്നെ ഞങ്ങള് എന്തിനെ പറ്റി സംസാരിക്കണമെന്ന് പോലും ഇല്ല. ഞാൻ പറഞ്ഞിടാ ജസ്റ്റ് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ റെക്കോർഡ് ചെയ്യും, യൂട്യൂബിലിടും, ഓക്കെ ആണെന്ന് വൈനോട്ട്. അപ്പൊ രാവിലെ തന്നെ ജസ്റ്റ് ഇന്നലെ തീരുമാനിച്ചത്, രാവിലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ടോക്ക് സെറ്റ് ചെയ്ത്. അപ്പൊ അതൊക്കെയാണ് മെയിൻലി കാര്യം. പിന്നെ എന്താണ് ഈ ഒരു ഗെയിമിൽ നിനക്ക് ഞാനൊരു കാര്യം ചോദിക്കാം. നീ ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്ന ഒരു ഫീൽഡ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യുന്നൊരു ഫീൽഡാണ്. ബട്ട് നീ വേണ്ടാന്ന് വെച്ചൊരു ഫീൽഡ്, അതായത് 9 to 5 ജോബ് ചെയ്യുക, അത് അതിൻ്റെ വിൻ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ കുറേ പേര് ചെയ്യുന്നുണ്ട്, പറഞ്ഞു മനസ്സിലായോ? അത് ഇതിലൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഈസി മണി എന്ന് പറയുമ്പോൾ നിനക്കിപ്പോൾ ജോലി ചെയ്താൽ സാലറി എന്തെങ്കിലും കിട്ടും. അപ്പം ആ ഒരു സാധനത്തിൽ നിന്ന് കുറേ കൂടെ റിസ്കി ഫീൽഡിലേക്ക് നീ എത്തിപ്പെട്ടിരിക്കുമ്പോൾ ഉള്ള നിന്റെ മൈൻഡ് സെറ്റ് എന്താ? പേടിയാണോ അതോ കോൺഫിഡൻസ് ഉണ്ടോ അതോ ലൈഫ് എന്താകും, അല്ലെ ഫ്യൂച്ചറിൽ ഈ സാധനം ഞാൻ കുത്തിപ്പിടിച്ചിരുന്ന എൻ്റെ സമയം വെറുതെ പോവോ, അല്ലെങ്കിൽ ഇത് കാരണം എൻ്റെ ലൈഫ് റൂയിൻ ആവുമോ എന്നുള്ളൊരു പേടി, അങ്ങനെയുള്ള സംഭവത്തിലുണ്ടോ? റൂയിൻ ആവുമോ എന്നുള്ളൊരു പേടി എനിക്കില്ല. കോൺഫിഡൻസ് ആണ് സത്യം പറഞ്ഞാൽ എല്ലാം. നമ്മുടെ മൈൻഡ് സെറ്റിന് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ഫീൽഡിൽ നമുക്ക് ഇറങ്ങി. ഇപ്പം എന്തോരം ആൾക്കാർ ഇപ്പം 9 to 5 ജോബ് മാത്രമല്ല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലേ? ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷൻ അല്ലെങ്കിൽ അവരുടെ ലൈഫ് തിരഞ്ഞെടുക്കാൻ എപ്പോഴും നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോഴേ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ മോട്ടിവേഷൻ തന്നത്, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ഇൻസ്പയർ ആയതും ബിജുവിൽ നിന്നാണ്. ബിജുനാണ് ട്രേഡിങ്ങിലോട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജുനാണ്. നമ്മളെ ഏരിയയിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഞാൻ കണ്ടത് ബിജുനാണ്. അപ്പോൾ ബിജുൻ തന്നെയാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് ട്രേഡിങ്ങിലോട്ട് വരാനും അത് പഠിക്കാനും. അപ്പോൾ എല്ലാം മൈൻഡ് സെറ്റാണ്. മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ആൾക്കാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നാളെ എനിക്ക് ഇൻകം ഇല്ല, അപ്പോൾ നാളെ ഞാൻ എന്ത് ചെയ്യും എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ എൻ്റെ വീട്ടുകാരെ ആദ്യമൊക്കെ ഇച്ചിരി പ്രശ്നമായിരുന്നെങ്കിലും ഇപ്പോഴ് ദേ ഓൾസോ സൈഡ് ഓക്കെ, അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല. കാരണം വീട്ടുകാർ ഓക്കെ അല്ല എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി നോളജ് ഇല്ലാത്ത ഒന്നാമത്തെ ഇഷ്യൂ അതാണ്. ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇത് ഇങ്ങനെയൊക്കെയാണ്, ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാരൻസിന് മനസ്സിലാവാതെ അവരുടെ പോകാനില്ല. എത്തി ബിജിന്റെ വീട്ടിലൊക്കെ ആദ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ അറിയാം. അത് എല്ലായിടും അങ്ങനെയാണ്. കാരണം അവർക്ക് അറിഞ്ഞുകൂടാത്തതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ധാരണയില്ല, അത്രേ ഉള്ളൂ പ്രശ്നം. അല്ല ഇപ്പോഴും എന്നോട് മമ്മി എന്ന് പറയാടാ 10-26 വയസ്സായില്ലേ, കല്യാണമൊക്കെ കഴിക്കണ്ടായ, നീ ഒരു ജോലി അല്ലെങ്കിൽ എവിടെ നീ ഗൾഫിലെങ്ങാൻ പോയിരുന്ന് ട്രേഡ് ചെയ്യാം, അപ്പൊ പറയാല്ലേ ഗൾഫിലാന്നുള്ളത് പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു തോട്ടാണ് ഫാമിലി അല്ലെങ്കിൽ മമ്മി പപ്പ അവർക്ക്. നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ സർക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു പ്രശ്നമായി തോന്നത്തില്ല. പിന്നെ ഇപ്പൊ സ്ട്രഗിൾ ഉണ്ട്, ഇല്ലെന്നല്ല, സ്ട്രഗിൾ ഉണ്ട്. ഏതൊരു ഫീൽഡ് എടുത്താലും അല്ലെങ്കിൽ ഏതൊരു ഏരിയ എടുത്താലും നമുക്ക് സ്ട്രഗിൾ ചെയ്യാതെ നമുക്ക് വഴിയില്ല. പിന്നെ ഞാൻ ഓപ്പണായിട്ടൊരു കാര്യം പറയാം, എല്ലാ കാര്യവും പപ്പയും മമ്മിയും പറയുന്നത് കേൾക്കണമെന്നൊന്നുമില്ല. എല്ലാ കാര്യം നമുക്ക് മനസ്സിലാവും, ഓക്കെ അവർക്കത് മനസ്സിലാകാഞ്ഞിട്ടാ, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്താൽ എനിക്ക് ലൈഫിൽ ഒരു ബെറ്റർമെന്റ് ഉണ്ടാവും. അതിപ്പോൾ എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിപ്പം ഡാഡി ആവാം, മമ്മി ആവാം, ബ്രദർ ആകാം, സിസ്റ്റർ ആകാം, അത് ഒരു വലിയ. പിന്നെ നമ്മൾ ആരെയും ഒറ്റ കാര്യം നോക്കിയാൽ നമ്മൾ ചെയ്യുന്ന കാര്യം ആരെയും ഹേർട്ട് ആക്കരുത്. നമ്മൾ ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ ഒന്നും അല്ല. നമ്മളൊരു റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ അറ്റ് ദ സെയിം ടൈം ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ഇപ്പോൾ ഇവനായാലും ഇവനും ഞങ്ങളൊക്കെ സെയിം ഏജാ. ഞങ്ങൾക്ക് ഒരു 3-4 വർഷം കഴിഞ്ഞാൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ലൈഫിലേക്ക് വരും. ഒരു കല്യാണം വരും, പിന്നെ ഒരു കൊച്ചുണ്ടാവും, പിന്നെ അതിൻ്റെ കാര്യങ്ങൾ. അപ്പം അതിനൊക്കെ മുന്നേ ഒരു എടുക്കാൻ പറ്റുന്ന റിസ്ക് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എടുക്കുന്ന റിസ്ക് എന്നെ മാത്രമേ കൂടുതൽ ബാധിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ എത്ര ഒരു ഫക്ഡ് അപ്പ് സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞാലും എനിക്കറിയാം ഒരു ലെവലെത്തുന്ന വരെ എന്നെ എൻ്റെ മമ്മിയും പപ്പയും നോക്കുന്നുള്ളത് അറിയാം. അവർ പ്രൊവൈഡ് ചെയ്യാനുള്ള കാലം സത്യം. ഞാൻ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബെറ്റർ ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയമാണ്. കാര്യം നിങ്ങൾക്ക് നല്ലപോലെ റിസ്ക് എടുക്കാം, പുതിയ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. വൺസ് നിങ്ങൾ റെസ്പോൺസിബിൾ പേഴ്സൺ ആയി കഴിഞ്ഞാൽ സ്റ്റിൽ പറ്റും, പക്ഷേ അതിൻ്റെ അളവ് ഭയങ്കര കുറവാണ്. നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ കണ്ണുപോയിട്ട് റിസ്ക് എടുക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം ടെസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ കുറയും. സോ അതുകൊണ്ട് തന്നെ കാരണം നിങ്ങളോട് അവിടെ പ്രൊവൈഡർ ആവുകയാണ്. നമ്മളെ കൊണ്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം അവരുടെ ഞാൻ എക്സാമ്പിൾ പറയാം. ഞാനൊരു 35 വയസ്സുള്ള ഒരാളാണ്. ഞാൻ ആ ഒരു സമയത്താണ് ട്രേഡിങ്ങിലേക്ക് വരുന്നതെങ്കിൽ എനിക്ക് എന്തുവായാലും മണി റിസ്ക് ചെയ്താൽ എനിക്ക് ഇതിനകത്ത് പഠിക്കാനെങ്കിലും പറ്റത്തുള്ളൂ.
ഒരു ട്രേഡിങ് ഒരിക്കലും റിസ്ക് ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പം ഞാൻ ആദ്യം ചിന്തിക്കുന്ന കാര്യം, എനിക്ക് ഒരു 1 lakh ഞാൻ റിസ്ക് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അപ്പം ഞാൻ ആദ്യം ചിന്തിക്കുന്നത്, ഈ 1 lakh ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിന് കുറേ നാളോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൊച്ചിന് ഉപയോഗിച്ചോളെ. അതാരും കുറ്റപ്പെടുത്തുമല്ല, അങ്ങനെയാണ് മൈൻഡ് സെറ്റ്. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ എനിക്ക് എന്താണ്, ഇപ്പം ഇനി 1 lakh അല്ലെങ്കിൽ 2 lakhs 3 lakhs എനിക്ക് റിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ പോവുകയാണെങ്കിൽ ആ മണി പോയി എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ മനസ്സിലായോ? സോ അതൊരു വലിയൊരു ഫാക്റ്റാണ്. ദാറ്റ് ഡസന്റ് മീൻ ഒരു കുറച്ച് റെസ്പോൺസിബിൾ ആയ ആൾക്കാർ ട്രേഡ് ചെയ്യില്ലെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ദ ബെസ്റ്റ് ടൈം ടു പ്ലാന്റ് എ ട്രീ വാസ് യെസ്റ്റർഡേ. അനദർ ബെസ്റ്റ് ടൈം ഈസ് ടുഡേ, ജസ്റ്റ് നൗ. അതായത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു, ഇപ്പോൾ ട്രേഡിംഗ് എന്നില്ല, ഏത് സ്കില്ലാണെങ്കിലും, എസ്പെഷ്യലി ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് റിസ്കി റിസ്കി ഫീൽഡാണ്. അപ്പം അവിടെ നമ്മൾ കുറേ കൂടെ റിസ്ക് ചെയ്യാൻ റെഡി ആകണം. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് ഇച്ചിരിയുടെ ഏജ് കുറേ കൂടെ നേരത്തെ ഉള്ളതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇത് പറയുമ്പോൾ എനിക്ക് ഏറ്റവും പറയേണ്ട ഒരു കാര്യം, എന്നെ 2 weeks ബിഫോർ ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തു. 9th ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കൻ. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ എന്നെ കളിയാക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇവൻ്റെ നമ്പർ ഞാൻ കൊടുത്തു. എൻ്റെ നമ്പർ തരാമെന്ന് ഞാൻ കൊടുത്തു. ഞാൻ പറഞ്ഞു നീ ഫ്രീ ആകുമ്പോൾ വിളിക്കുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഞാൻ സ്കൂളിൽ പോവാ ചേട്ടാ, എന്നിട്ട് വരാമെന്ന്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. ഞാൻ വിചാരിച്ചു എന്നെ ആരെങ്കിലും ഇതാക്കാൻ വേണ്ടി മെസ്സേജ് അയക്കുന്നതായിരിക്കും. ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് വന്നപാട് എന്നെ വിളിച്ചിട്ട് പിള്ളേർ സംസാരം കേട്ടാൽ അറിയാലോ, കൊച്ചു ചെറുക്കൻ്റെ സംസാരമാണ് അവൻ്റെ പക്ഷെ അവൻ്റെ കൊച്ചു ചെറുക്കൻ്റെ സംസാരവും അവൻ്റെ വായിന്ന് വരുന്ന കാര്യങ്ങളും കേൾക്കണം. ഭയങ്കര മെച്യൂറായിട്ട്. അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, എനിക്ക് ഈ മൈൻഡ് സെറ്റ് എൻ്റെ ചെറിയ സമയത്തുണ്ടായിരുന്നെങ്കിലോ. പറഞ്ഞ് മനസ്സിലായില്ലേ? ഈ സോഷ്യൽ മീഡിയ എങ്ങനെ പോസിറ്റീവായിട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അയ്യോ, അത് വലിയൊരു കാര്യമാണ്. ഇതിനൊരു സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയക്കാണ് ഇതിനെല്ലാം പോസിറ്റീവ് സൈഡും ഉണ്ട്. ആക്ച്വലി അത് കൺസ്യൂം ചെയ്യാൻ പഠിക്കണം. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെയും അതേപോലെ തന്നെ യൂട്യൂബിൻ്റെയൊക്കെ ആൽഗോരിതം നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. വാട്ട് യു ആർ വാച്ചിങ് അത് തന്നെ റിപ്പീറ്റബിൾ വരത്തുള്ളൂ. ഇഫ് യു ആർ വാച്ചിങ് ഷിറ്റ് വിൽ കം അഗൈൻ. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതാണ് ഏറ്റവും, ഇഫ് യു കൺസ്യൂം, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കൺസ്യൂം ഷിറ്റ് യു പ്രൊഡ്യൂസ് ഷിറ്റ്. അതിൽ ഇപ്പം നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എല്ലാവരും പറയുന്നത് അയ്യോ എനിക്ക് ഫോൺ കാരണം, അല്ലെങ്കിൽ ഫോൺ കാരണം എനിക്ക് കോൺസെൻട്രേഷൻ പോകുന്നു. ഒരിക്കലും ഇല്ല. ഇതെല്ലാം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. എല്ലാ കാര്യങ്ങളും ഉണ്ട്, ആർക്കാ ഇല്ലാത്ത. ഇപ്പം തന്നെ ആയാലും ഇനി ഇല്ലാത്തവരാണെങ്കിൽ പോലും നമ്മുടെ എൻ്റെ മെമ്പർഷിപ്പിലുള്ള ഇപ്പം ലാസ്റ്റ് ടൈം ചലഞ്ച് പാസ്സായ എൻ്റെ അഫിൻ്റെ എന്ന് പറയുന്ന അവനല്ലേ, ഒരു ഫോൺ വെച്ചിട്ട് അവൻ 2 ഫണ്ടോടെ കൊണ്ട് ചലഞ്ച് പാസ്സാക്കി. ഒരൊറ്റ ഫോണിൽ അവൻ ട്രേഡ് ചെയ്യുന്നത്. റീസെൻ്റ് ആപ്സിൽ പോയിട്ട് മെറ്റ5 നോക്കും, നേരെ റീസെൻ്റ് ആപ്സിൽ പോയിട്ട് ട്രേഡിംഗ് ഫീ നോക്കും. അങ്ങനെ ട്രേഡ് എടുത്ത് 20K ഒരു അക്കൗണ്ട് ചലഞ്ച് പാസ്സാക്കിയവനാ. വലിയ കാര്യം തന്നെ, അത് വലിയ കാര്യം തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം, ഞാനിപ്പം ഏറ്റവും നല്ല റാമുള്ള ഒരു iPhone 16 Pro Max ട്രേഡ് ചെയ്തിട്ടുള്ള ആളാണ്. എന്നിട്ട് പോലും എനിക്ക് അത്രയും കൺജസ്റ്റഡ് ആയിട്ട് തോന്നുക, റാം അത്രയും മാനേജ്മെന്റ് കണ്ടിട്ട്. പക്ഷെ അവൻ ട്രേഡ് ചെയ്യുന്ന റിയൽമിയുടെ റെഡ്മിയുടെ ഫോണിലാണ്. ഞാൻ കഴിഞ്ഞ വട്ടം അവനെ നേരിട്ട് സംസാരിച്ച ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അത് ഞാൻ കണ്ടതാണ്. അപ്പം ഞാനവിടെ ചോദിച്ചില്ല, അത് ചോദിക്കുന്നത് ഒരു ഇതല്ലേ. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എക്സ്ക്യൂസസ് സത്യം പറഞ്ഞ ഈ ലേസി ബിച്ചുകൾക്കുള്ള സത്യമാണത്. അല്ലെ എനിക്ക് അതില്ല ബ്രോ, ഇതില്ല ബ്രോ, അല്ലെ ടൈമില്ല ബ്രോ, ഒരൊറ്റ സത്യം ഇതൊക്കെ കാണുമ്പോൾ ചെള്ളമൊക്കെ ഒരു കൂട്ടി കൊടുക്കാം. നമ്മളൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടാണ് ഈ പരിപാടിയിലേക്ക് ഇറങ്ങി പിടിച്ചത്. ജിമ്മിൽ പോകുന്നതാണ്. ഇപ്പൊ തന്നെ ആയാലും നമുക്കെല്ലാം ഇതെല്ലാം ഓരോരുത്തരും മൈൻഡ് സെറ്റ് ആണ്. ലൈക്ക് എന്താണ്, നമ്മൾ റെഡി ആണെങ്കിൽ യൂണിവേഴ്സ് ഇറ്റ് സെൽഫ് ഗിവിങ്. യൂണിവേഴ്സ് ഈസ് ഓൾവേസ് ഗിവിങ്. എല്ലാം ഉണ്ട്. ഇപ്പൊ തന്നെ ഈ ഒരു മൊമെന്റിൽ തന്നെ വേണമെങ്കിൽ എനിക്ക് ഇന്ന് മുതൽ ഒരു സ്കില്ല് പഠിച്ചു തുടങ്ങാം. ഈ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം എനിക്ക് ഈ മൊമെന്റ് പോലെ ഒരു സ്കില്ല് പഠിച്ചു തുടങ്ങിയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് എനിക്കത് ക്യാഷ് ആക്കാനുള്ള വഴി നോക്കാം. ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും ഒരു സ്കിൽ ബേസ്ഡ് എപ്പോഴും ബെറ്റർ എപ്പോഴും അതാണ്. അതെന്തില്ല, നിങ്ങളിപ്പോൾ ഒരു മുടി വെട്ടാൻ പഠിക്കുക. ബിക്കോസ് നിങ്ങൾ മുടി വെട്ടാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്കില്ല് വെച്ചിട്ടാണ് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് എന്ത് സ്കില്ലുണ്ടോ, ഐ മീൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും ഫീൽഡ് ഉണ്ടെങ്കിൽ അതിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്നൊരു ഇൻകം എന്ന് ജനറേറ്റ് ചെയ്ത് തുടങ്ങുന്നു. അതാണ് ഏറ്റവും ബെറ്റർ. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടീച്ചിങ് ആയിരിക്കാം, പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് സ്കില്ലുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം ഡാൻസിങ് ആയിരിക്കാം. എന്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലിനെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്കില്ലിനെ പതിയെ നിങ്ങളത് മണിയാക്കി തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഹാപ്പി ആയിരിക്കും ലൈഫിൽ. രണ്ടാമത്തത് നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ്, അതുവഴി നിങ്ങൾക്ക് ഇൻകവും കിട്ടുന്നുണ്ട്. സോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി. എന്ത് ട്രേഡിങ്ങിൽ ഇപ്പോൾ ആക്ച്വലി എന്താണ് സസ്റ്റൈനബിൾ ആയിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് മൈൻഡ് സെറ്റ് അല്ലേ? അത് അങ്ങനെ ആക്കിയാണ് ഇറങ്ങിയിരിക്കുന്നത് മൈൻഡ് സെറ്റ്.
ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ലൈക്ക് എന്തുകൊണ്ടാണ് നിനക്ക് ആ ഒരു ഫീലിങ്സ് വരുന്നത്, ലൈക്ക് ഇപ്പം ഇംപേഷ്യൻസ് ആവും, ഇതെല്ലാം നിന്റെ കുഴപ്പമല്ല. ഒരിക്കലും നീ ചെയ്യുന്ന ഒന്നും നിന്റെ മിസ്റ്റേക്ക് അല്ല, നിന്റെ ബ്രെയിൻ അങ്ങനെയാണ് കോഡ് ചെയ്തത്. ഇപ്പൊ ഒരു സാധനം ഞാൻ പറയാം, ഒരു റോബോട്ടിനെ ഞാനൊരു സംഭവം കോഡ് ചെയ്തേക്കുവാന്ന് വിചാരിച്ചോ, അതിനെ കോഡ് ചെയ്തേക്കുന്നത് പക്ക വയലന്റ് ആയിട്ടാണ്, വയലൻസ് ആയിട്ട് കോഡ് ചെയ്തേക്കുക. എന്നിട്ട് ഞാൻ അത് അയ്യോ അതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, ഇതെന്തിനാ ആൾക്കാരെ കൊല്ലുന്നത് എന്ന് ഞാൻ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിനെ കോഡ് ചെയ്തേക്കുന്നത് അങ്ങനെ, അതിന്റെ ആൽഗോരിതം അങ്ങനെ. അതേപോലെയാണ് ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാ ഹ്യൂമനും. ഒരു ബേസിക് ഒരാളെ പിടിച്ചിരുത്തിട്ട് ട്രേഡ് ചെയ്തിട്ട് അവൻ്റെ കയ്യിൽ ക്യാഷ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ ലോസിലോട്ട് പോകുമ്പോൾ അപ്പോഴേ അവൻ പേടിക്കും. ബിക്കോസ് ഇതാണ് ബേസിക് ഹ്യൂമൻ കോഡ് ചെയ്തേക്കുന്ന ആൽഗോരിതം ഇതാണ്. സോ ഇതിനെയാണ് നീ ഡീകോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നീ ആണെങ്കിലും ഞാനാണെങ്കിലും ഒരു ബിഗിനർ ട്രേഡർ, നീ ആണെങ്കിലും ഒരു വരുന്ന ഏത് ബിഗിനർ ട്രേഡർ ആണെങ്കിലും ആക്ച്വലി കോമ്പറ്റീറ്റ് ചെയ്യുന്നത് അവനുമായിട്ട് മാത്രമാണ്, അല്ലാതെ മാർക്കറ്റിൽ വേറെ ഒന്നുമായിട്ടല്ല, ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടല്ല, ഒന്നുമല്ല. അതൊക്കെ അടുത്ത വലിയ കോമ്പറ്റി. സത്യം പറഞ്ഞാൽ നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നത് നമ്മളുമായിട്ടാണ്. നിങ്ങൾക്ക് ഒബ്വിയസ്ലി ട്രേഡ് സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. അതെല്ലാം ഈ കോമ്പറ്റീഷൻ കുറച്ചുകൂടെ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഡ് ഓൺ ടൂള് മാത്രമാണ്. വൺസ് നിങ്ങൾക്ക് അതെല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ എന്ന് പറയുന്ന ആ ഒരാൾ ആയിട്ട് നമ്മൾ എത്രത്തോളം അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഇപ്പം എനിക്കിപ്പം അറിയാം എനിക്ക് പറ്റുന്ന റിസ്ക് എത്രയാണ്, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന ക്യാപിറ്റൽ എത്രയാണ് എന്നുള്ളതെല്ലാം എനിക്കറിയാം. എനിക്കിപ്പോൾ കുറച്ചൊക്കെ ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ഇന്നലെ തന്നെ ആയാലും ഞാനൊരു വെറും 3 മണിക്കൂർ കൊണ്ട് ഒരു 100K അക്കൗണ്ട് ചലഞ്ച് പാസ്സാക്കിയേ, പറഞ്ഞു മനസ്സിലായോ. പക്ഷേ എനിക്കത് ഈസി ടാസ്ക് ആയിട്ടാണ് തോന്നുന്നത്. കാര്യം ചലഞ്ച് പാസ്സാ കാര്യം വന്നു, അതായത് റൂൾസിന്റെ ഡിഫറൻസ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചെറിയ അക്കൗണ്ട് ചെയ്യുമ്പോഴേ എനിക്ക് കുറച്ചുകൂടെ ഹാർഡ്. ഞാൻ നിന്നോട് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ 5K എടുക്കണ്ട, 10K എടുക്കണ്ട, എങ്ങനത്തെ അക്കൗണ്ട് മിനിമം 25K അക്കൗണ്ടെങ്കിലും എടുക്കണം. ഇത് ഒന്നും കൊണ്ടല്ല, അത് ആ ഒരു മനസ്സിലാക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ്. പതിയെ നീ 5K അക്കൗണ്ട് ആദ്യമേ തുടക്ക സമയത്ത് എടുത്ത് ബ്ലോക്ക് ആയത് പെട്ടെന്നായിരുന്നു. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല, ഞാൻ പറ്റും. പക്ഷെ എന്താണ് ഇപ്പം ഒബ്വിയസ്ലി SL അടിക്കും, അത് ഒരിക്കലും അടിക്കാതിരിക്കുന്ന സാധനമൊന്നും അല്ലത്, അങ്ങനെ ചെയ്യാൻ. പക്ഷേ 5K അക്കൗണ്ട് ഇച്ചിരി പാടാണ് പഠിക്കാൻ. പാടെന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നമ്മുടെ മെന്റർഷിപ്പുള്ള ആൾക്കാരെ കൊണ്ട് എടുപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാര്യം, കുറെ കാര്യങ്ങൾ they will learn about it. ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഇഫ് യു ആർ നിങ്ങളൊരു 2 ഫണ്ടഡ് അക്കൗണ്ട് 5K ഒക്കെ ചലഞ്ച് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ യു ആർ ബീസ്റ്റ്, അൺസ്റ്റോപ്പബിൾ. കാര്യം നിങ്ങൾക്ക് പിന്നെ ഒരു 100K അക്കൗണ്ടിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ മണി നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഫ്ലെക്സിബിൾ മാർക്കറ്റ് കുറേ ഫ്ലെക്സിബിൾ ആയ പോലെ തോന്നും. മറ്റേതൊരു കൺജസ്റ്റഡ് ആയിട്ട് നിങ്ങളിപ്പം ഒരു കുറ്റിക്കകത്ത് കെട്ടിയിട്ടേക്കുന്ന പശുവിൻ്റെ കൂട്ട ഒരു ചെറിയ അക്കൗണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല. വൺസ് നിങ്ങൾ ആ ഒരു കയർ ഊരി വിട്ട് കഴിഞ്ഞാൽ ആ ഒരു പശു ഇങ്ങനെ ഓടിക്കിടന്ന് കളിച്ച് അതിൻ്റെ ആ ഒരു ഫീൽ സത്യം പറഞ്ഞ് എനിക്ക് വലിയ അക്കൗണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ചെറിയ അക്കൗണ്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ പോയാൽ ഭയങ്കര ഒരു കൺജസ്റ്റഡ് ആയി. എത്ര ആവും പെട്ടെന്ന് $5,000 ഇപ്പോൾ ഒരു 2 ലോട്ട് ഇടുമ്പോൾ തന്നെ $8 ആയി അതിൻ്റെ കമ്മീഷൻ തന്നെ. നമുക്ക് ആകെ $50 ലോസ് ചെയ്യാൻ പറ്റും 1% റിസ്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ അത്രത്തോളം ഞാൻ പറഞ്ഞ ലോട്ട് കൂടുന്നതിനനുസരിച്ച് പിന്നെ വലിയ അക്കൗണ്ട് ആകുമ്പോൾ വലിയ ലോട്ട് ഇടും. സോ വലിയ ലോട്ട് ഇടുമ്പോൾ വലിയ പ്രോഫിറ്റ് വരുന്നതുകൊണ്ട് തന്നെ ഈ വരുന്ന കമ്മീഷൻ നമുക്ക് നമുക്കൊരു ഫ്രീഡം ഫ്ലെക്സിബിലിറ്റി കിട്ടും നമുക്ക്. ഇതൊന്നും എനിക്കാരും പറഞ്ഞു തന്നെയല്ല, ഇതൊന്നും ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കും. ഇപ്പൊ മെന്റർഷിപ്പിലുള്ള ആൾക്കാർക്ക് പോലും ഞാനിത് പറഞ്ഞു കൊടുക്കുക. കാര്യം ഇവർക്ക് തന്നെ മനസ്സിലാവും. ഞാൻ എൻ്റെ മെയിൻ ലക്ഷ്യം നിനക്കറിയാലോ, ഞാൻ പറയുന്ന മാർക്കറ്റിൽ പക്കയായിട്ട് നിൽക്കാനും മാർക്കറ്റിനെ റീഡ് ചെയ്യാനും എങ്ങനെ ഒരു മെന്റലി ഒരു നല്ല മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്ത് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യണം, ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ അവർ തന്നെ പഠിക്കുന്നവരുണ്ട്. ഇപ്പോൾ ചിലർ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നത് 5K അക്കൗണ്ട് ബ്ലോ ആകുമ്പോൾ എന്നോട് ചോദിക്കുന്നത് ബ്രോ ഞാൻ 5K എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഓക്കെ, അവരവിടെ നിന്ന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞു, പറഞ്ഞ് മനസ്സിലായില്ല. അങ്ങനെ നമ്മൾ തന്നെത്താൻ മനസ്സിലാക്കുന്ന കുറച്ചേറെ കാര്യങ്ങളും മാർക്കറ്റിലുണ്ട്. അത് ഒരാൾക്കും ഇപ്പം തന്നെ ആയാലും ഇപ്പം ഞാൻ അന്ന് എന്നോട് സ്പിരിച്വാലിറ്റിയെ പറ്റി പറഞ്ഞു ഇന്നലെ. അതിപ്പോൾ എൻ്റെ ആ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ ഒരു ഒരു എത്തിസ്റ്റിൽ നിന്ന് ഒരു ട്രേഡർ ആയതിൻ്റെ പേരിൽ ഒരു ബിലീവറിലേക്ക് ആയെന്നുള്ളത് പ്രോസസ്സ് എനിക്കിപ്പം നിനക്ക് കുത്തിയിരുന്ന് പറഞ്ഞു തന്നാൽ നിനക്കത് മനസ്സിലാവത്തില്ല. ഞാൻ പറയുന്നതിൽ ഒരു ഫ്ലൂക്കായിട്ട് നിനക്ക് തോന്നത്തുള്ളൂ. ബട്ട് വൺസ് യു എക്സ്പീരിയൻസ് ദാറ്റ് നിനക്ക് മനസ്സിലാവും എന്താണെന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഇത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എത്തീസ്റ്റ് ആയിരുന്ന സമയത്ത്, അതായത് ഗോഡില്ല എന്നുള്ള ഞാൻ ഭയങ്കര രീതിയിൽ ഇത് എങ്ങനെയാലും വീട്ടുകാരെ വരെ പ്രൂവ് ചെയ്ത് കാണിക്കണം, എനിക്ക് വീട്ടുകാർ പള്ളിയിൽ പോകുന്ന പോലും ഇഷ്ടമല്ലായിരുന്നു. ആ ലെവലിൽ ചിന്തിച്ച ഒരാൾ എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ഞാൻ പ്രയോറിറ്റി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. അതായത് ബീയിങ് ആൻ എത്തിസ്റ്റിനേക്കാളും കുറച്ചുകൂടെ ഒരു ഹോപ്പ് ഇറ്റ് കുഡ് ബി ഫ്രം എനിത്തിങ്. അതായത് ചിലർ
ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, ചിലർ മണ്ണിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, ചിലർ ഭൂമിയെ വിശ്വസിക്കുന്ന, സൂര്യനെ വിശ്വസിക്കുന്ന, യൂണിവേഴ്സ് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ഞാൻ പറയട്ടെ, നോട്ട് അബൌട്ട് ദ ഗോഡ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഗോഡ് നിങ്ങളെ വന്നിട്ട് പണിഷ് ചെയ്യുക, അങ്ങനത്തെ മൈൻഡ് സെറ്റ് അല്ല. അത് ചൈൽഡിഷ് മൈൻഡ് സെറ്റാണ്. ഇറ്റ്സ് അബൌട്ട് ഹാവിങ് എ ഫെയ്ത്ത് ഓർ ഹോപ്പ്, എന്താണ് പറയുന്നത്, ആൻഡ് ലൈഫിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ലൈറ്റ്, അതാണ് ഗോഡ്. അല്ലെങ്കിൽ നമ്മളിപ്പം ഞാൻ ഒരു കാര്യം പറയാം, ഈ എത്തിസ്റ്റായിട്ട് നിൽക്കുന്ന, ഞാൻ ആരും കുറ്റപ്പെടുത്തുമല്ല, എത്തിസ്റ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം കംഫർട്ട് സോണിലുള്ളവരാണ്. ഒന്ന് നോക്കിയാൽ മതി, ലോകത്ത് ഏറ്റവും നല്ല രീതിയിൽ എത്തിസം എക്സ്പോസ് ചെയ്യുന്ന ആൾക്കാർ എല്ലാം കംപ്ലീറ്റ്ലി കംഫർട്ട് സോണിലുള്ളവരാണ്. ഒരിക്കലും ഒരു നല്ല രീതിയിൽ ഒരു കുറച്ചൊക്കെ ജീവിതത്തിൽ കഷ്ടം അനുഭവിച്ചവരാരും ഒരിക്കലും എത്തിസം എക്സ്പോസ് ചെയ്യത്തില്ല. അത് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ നോക്കിയാൽ മതി. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഞാൻ പറയുന്നില്ല, പേരൊക്കെ എടുത്തു പറഞ്ഞാൽ അത് പിന്നെ വേറെ കാര്യം അറിയാലോ, നമുക്ക് വലിയ ഇഷ്യൂസിലോട്ട് പോകണ വേറെ ഒരാളുണ്ട്. അപ്പൊ ആള് പറയുന്ന കാര്യമൊക്കെ നോക്കിയാൽ കേൾക്കുമ്പോഴേ അറിയാം ചില കാര്യങ്ങളൊക്കെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് പറയുന്നത്. എനിക്കിപ്പം ഇപ്പം ട്രേഡിലിങ്ങോട്ട് വന്നിട്ട് എനിക്ക് കുറച്ച് ആളുകൊണ്ട് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ്. കാരണം നമുക്കൊരു ഹോപ്പ് നമ്മൾ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഇപ്പം ഭീം പറഞ്ഞ പോലെ തന്നെ ട്രേഡിങ്ങിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ നല്ലപോലെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. നല്ലപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മെൻ്റൽ ഹെൽത്തിന് പ്രയോറിറ്റൈസ് കൊടുക്കണം. നമ്മൾ പ്രയോറിറ്റി കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം അതിലൂടെ പിന്നെ നിങ്ങൾക്ക് മുമ്പോട്ട് ഉള്ള പാത്ത് അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് പക്കയായിരിക്കണം, അല്ലാതെ ഒരു പരിപാടിയും നടക്കത്തില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്ന ഒരു ട്രേഡർ ആവാൻ ബിഗിനറായിട്ട് വരുന്ന ഒരാൾ, നിങ്ങൾ ഒരിക്കലും ചാർട്ടിൽ സ്പെൻഡ് ചെയ്യേണ്ട നിങ്ങളുടെ തുടക്കത്തിൽ സമയമൊന്നും. നിങ്ങൾ ടെക്നിക്കലി പഠിക്കാനാണ് നിങ്ങളെ ബുദ്ധിമുട്ട് വേണ്ട. ഒരു പ്രോപ്പർ സെറ്റപ്പ് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ നടക്കും. ഫസ്റ്റ് നിങ്ങൾ എങ്ങനെ ഡിസിപ്ലിൻഡ് ആവാം, എങ്ങനെ ഒരു ക്ലീൻ ഒരു ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ അതൊരു മാസത്തേക്ക് എങ്ങനെ ഫോളോ അപ്പ് ചെയ്യാം, എങ്ങനെ നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയാം, ഒരു ഡയറ്റ് എടുത്ത് ഒരു 1 മന്ത് ഫോളോ ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല. അയാൾക്ക് അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ ഒരു ഡയറ്റ് ഫോളോ അപ്പ്. ബിക്കോസ് നമുക്കുണ്ടാകും, ഇപ്പോൾ ഡയറ്റ് എടുക്കുമ്പോഴായാലും നമുക്കുണ്ടാകുന്ന ക്രേവിങ്സിനെ നമ്മൾ ബീറ്റ് ചെയ്യണം. നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ നല്ല ക്രേവിങ്സ് ഉണ്ടാകും, കൂടുതൽ ജങ്ക് ഫുഡ് കഴിക്കണമെന്ന് തോന്നും. ഇതിനെല്ലാം ബീറ്റ് ചെയ്ത് ഡിസിപ്ലിൻഡ് ആയിട്ട് സസ്റ്റൈൻ ആയിട്ട് ആ ഒരു ലെവലിൽ മുമ്പോട്ട് പോകുന്ന ഒരാളെന്ന് പറയുമ്പോൾ ഈ മെൻ്റലി ഇമോഷണലി നല്ല മെച്യൂർ ആവുകയാണ് ഡേ ബൈ ഡേ. ഇപ്പം അതുകൊണ്ടാണ് സത്യം പറഞ്ഞ ഈ ബോഡി ബിൽഡേഴ്സിനോടൊക്കെ എനിക്ക് അത്ര റെസ്പെക്റ്റ് ഉള്ളത്. അല്ലാതെ അവന് വലിയ ബോഡി ഉണ്ടായിട്ട് അങ്ങനെയൊന്നും അല്ല. ലൈക്ക് ഈസി അല്ല ആ ഒരു ഫീൽഡ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു ഫീൽഡ്, ഐ മീൻ ഞാനൊരു പവർ ലിഫ്റ്ററാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച്, ഞങ്ങൾ രണ്ടും പവർ ലിഫ്റ്റേഴ്സാണ്. സോ ഈ ഒരു ഫീൽഡിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഇതുകൊണ്ട് മാത്രമാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ലംബോർഗിനി വേണ്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓഫർ ചെയ്യാം, നിങ്ങൾക്ക് ആര് വേണേലും തരാം, അല്ലെങ്കിൽ ഒരു 1 കോടി രൂപ നിങ്ങൾക്ക് ആര് വേണേലും തരാം, എങ്ങനെയും നിങ്ങൾക്ക് കിട്ടാം അത്, അല്ലെങ്കിൽ ഒരു വീട്, കാറ്, എന്ത് വേണേലും നിങ്ങൾക്ക് എങ്ങനെയും കിട്ടാം. പക്ഷെ ഒരു ഗുഡ് ഫിസിക് അല്ലെങ്കിൽ നല്ലൊരു ബോഡി അത് ഒരാൾക്ക് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. യു നീഡ് ടു വർക്ക് ആസ് യുവർ ഹെൽത്ത്. ആ ലെവലിൽ നിങ്ങൾ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ, അതായത് നിങ്ങളുടെ ഏറ്റവും ബിഗസ്റ്റ് ഫ്ലെക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിയാണ്. ഇപ്പൊ ഈ ഒരു ഫീൽഡ് ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റുന്ന കാര്യമാണോ എന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് എടുക്കാൻ പറ്റണം. അല്ലാതെ ഹ്യൂമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പൊ അത് നമ്മൾ മാക്സിമം പുറത്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും ഈ കംഫർട്ട് സോണിൽ നിൽക്കേണ്ട ആൾക്കാരല്ല. നമ്മൾ കാട്ടിൽ ഓടി നടന്ന് ഹണ്ട് ചെയ്ത് പിടിച്ച് കൊന്നു തിന്ന ആൾക്കാരാ. ലൈക്ക് ആ ഡിസ്കംഫർട്ട് സോണിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ചുരുങ്ങിയാ ചെയ്ത് യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ വെച്ച് നോക്കുമ്പോഴും, അല്ലെ നമ്മുടെ ഈ യൂണിവേഴ്സിന്റെ കുറച്ചുകൂടെ ഒക്കെ ഒരു ബാക്കിലോട്ടുള്ള സ്റ്റോറി നോക്കുമ്പോഴും നമ്മൾ ഈ ഭൂമി വന്നിട്ട് എത്രത്തോളം ചെറിയ ടൈം ആയിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇവോൾവ് ആയി. അതായത് നമ്മുടെ ടെക്നോളജി വെച്ചിട്ട്. പക്ഷെ നമ്മുടെ ബ്രെയിൻ അത്ര പെട്ടെന്ന് ഇവോൾവ് ആയിട്ടില്ല. പറഞ്ഞ ഇതിനകത്തൊരു പോഡ്കാസ്റ്റിനകത്തോ അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് കേട്ടൊരു സംഭവമാണ്. അതായത് ഒരു 25 വർഷം മുന്നേ, അല്ലെങ്കിൽ പോട്ടെ ഒരു 100 വർഷം മുന്നേ കേരളത്തിലുള്ള ഒരു പെണ്ണിൻ്റെ ന്യൂഡ് ബോഡി കാണണമെന്ന് തോന്നണമെങ്കിൽ ഒന്നെങ്കിൽ അയാൾ കുളിക്കടവിൽ പോയിട്ട് എത്തി നോക്കണം, അല്ലെങ്കിൽ അയാൾക്ക് ഇൻഫ്ലുവൻസ് വെച്ചിട്ട് അയാൾ പെണ്ണിനെ വിളിച്ച് അറയിൽ വരുത്തണം. പക്ഷേ ഇപ്പോഴത്തെ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കന് ഫോൺ എടുത്തിട്ടൊന്ന് തോണ്ടി കഴിഞ്ഞാൽ അവൻ്റെ അകത്ത് കാണാം പെണ്ണുങ്ങളെ ആണുങ്ങളെ എങ്ങനെയാണെങ്കിലും. അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ ഇപ്പോഴത്തെ കാലം. എങ്ങനത്തെ ആ ഒരു സമയമാണ്. അപ്പോൾ ഇത്ര പെട്ടെന്ന് ടെക്നോളജി അപ്ഡേറ്റഡ് ആയി. പക്ഷെ ബ്രെയിൻ ആ ലെവലിലേക്ക് അപ്ഡേറ്റഡ് ആവാൻ നമ്മൾ ടൈം കൊടുക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത് കോഡ് ചെയ്തേക്കുന്ന സാധനം. ഒരു ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്ന സാധനമേ സത്യം പറഞ്ഞാൽ അതിനെ
ആൽഗോരിതം ബേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഇപ്പം നിങ്ങൾക്കൊരു ഇമോഷൻ വരുമ്പോഴായാലും, നിങ്ങൾക്കിപ്പം എന്താണ് ഒരു ആളോട് ദേഷ്യം വരുമ്പോഴാണെങ്കിൽ, ട്രേഡിങ്ങിൻ്റെ കാര്യമല്ല, അല്ലാതാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ കള്ള് കുടിക്കണം തോന്നുമ്പോഴായാലും, സിഗരറ്റ് വലിക്കുന്ന തോന്നുമ്പോഴായാലും, ഇതെല്ലാം നമുക്ക് മനസ്സിലാവും ഓക്കെ എൻ്റെ ബ്രെയിനകത്തുള്ള സം കെമിക്കൽ ന്യൂറോൺസ് തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. എനിക്ക് ഇത് ഡീകോഡ് ചെയ്യണമെങ്കിൽ ഞാൻ വേറെ രീതിയിൽ ആക്ട് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ പറയാം, നമുക്ക് ഇപ്പം ഒരു റോബോട്ട് ആണെങ്കിൽ ഒരു ഫോൺ റീസെറ്റ് ചെയ്യുന്ന പോലെ പക്ഷെ അതത്ര സിമ്പിൾ അല്ലേ ഹ്യൂമൻ റേസ്. ഇപ്പം നമുക്ക് ഒരു എന്താണ് ഒരു പ്രോംപ്റ്റ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേറെ രീതിയിൽ ആക്ട് ചെയ്യും റോബോട്ട്. പക്ഷെ നമ്മൾ കുറേ കൂടെയൊക്കെ വിഷ്വലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്, റിയലൈസ് ചെയ്യുന്ന ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് കുറേ കൂടെ സമയം എടുക്കും ഇത് മാറ്റിയെടുക്കാൻ. ഫസ്റ്റ് അതാണ് ഏറ്റവും ഡിസ്കംഫേർട്ട്. വൺസ് നമ്മൾ നമ്മുടെ ആ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇപ്പം ഞാനിങ്ങനെ ഇരിക്കുന്നു, കാലെടുത്ത് മേലേക്ക് വെച്ച്, ഇതെൻ്റെ കംഫർട്ട് സോണാണ്. പതിയെ എൻ്റെ കാല് വേദന എടുക്കുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി താഴോട്ട് കൊണ്ടുപോകും. ഇത് എൻ്റെ ബോഡി ചെയ്യുന്നൊരു പരിപാടിയാണ്, പറഞ്ഞു മനസ്സിലായോ? അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും ഹ്യൂമൻ ഉണ്ട്, അല്ലെ ജീവനുള്ളൊരു സാധനത്തിനുണ്ട്. എസ്പെഷ്യലി ഹ്യൂമൻ ഒരു സോഷ്യൽ ആനിമൽ, ഇന്റലിജൻസിലി തിങ്കിങ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ കുറേ കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ്, അത് ട്രേഡിങ്ങിലായിക്കോട്ടെ, എന്താണെങ്കിലും, ഇപ്പോൾ ഓവർ ട്രേഡ് ചെയ്യുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം കള്ള് കുടിക്കുന്ന ഒരാളായിക്കോട്ടെ, സിഗരറ്റ് വലിക്കുന്ന ആളായിക്കോട്ടെ, ചേഞ്ച് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി നീഡ് ടു വർക്ക് അക്കോർഡിംഗ്ലി. അതായത് നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യണം. ഇപ്പം തന്നെ ഇപ്പോൾ ഓവർ ട്രേഡ് ചെയ്യുന്ന ഒരാൾ പിന്നെ ആ സെയിം മിസ്റ്റേക്ക് ചെയ്തിട്ട് ഡിഫറെൻറ്റ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. അതായത് ഡൂയിങ് ദ സെയിം ഷിറ്റ് ഓവർ ആൻഡ് എക്സ്പെക്ടിങ് ദ ഡിഫറെൻറ്റ് റിസൾട്ട്. സെയിം ഷിറ്റ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. അത് കള്ള് കുടിച്ചുകൊണ്ടിരിക്കും, അയ്യോ എൻ്റെ ലിവർ ഡാമേജ് ആകുന്നില്ലേ, അല്ലെങ്കിൽ എൻ്റെ ലിവർ ഡാമേജ് ആകുന്നല്ലോ, എന്തോന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്ന പോലെ ഉള്ളൂ. സെയിം സംഭവം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് ആക്ച്വലി. എങ്കിൽ ഇതെല്ലാം മനസ്സിലായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഒരു ട്രേഡ് ചെയ്യാൻ വരുന്ന ഒരാൾ ഇതൊക്കെ ചിന്തിക്കും? ഒരിക്കലും ഇല്ല. ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരിക്കലും ഇല്ലെന്ന് പറയുന്നില്ല. ചിലപ്പോൾ ഒരു 100-ൽ ഒരു 2, 1, 3 പേര് കാണും. പക്ഷെ അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ട്രേഡിങ്ങിൽ നമ്മളെപ്പോഴും ആ ഒരു 1% ആവാൻ നോക്കുക എപ്പോഴും. ഒരിക്കലും അത് ഞാൻ പറയാം, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി സ്റ്റഫ് ആക്ച്വലി. യു നീഡ് ടു വർക്ക് യുവർ അത് ഒട്ടും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കാണുന്ന പോലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പോലോ ഗെറ്റ് റിച്ച് ക്യുക്ക് എന്ന് പറയുന്ന ഒരു സ്കീം അല്ല ഇത്. ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും സ്റ്റാർട്ടിങ്ങിലുള്ള സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ സ്ട്രഗിൾ അല്ല. അതാ ഞാൻ പറഞ്ഞത്, വർക്ക് യുവർ ആസ്. അത്രത്തോളം കംപ്ലീറ്റ്ലി യു നീഡ് ടു പുട്ട് യുവർ സെൽഫ് ആ ഒരു ലെവലിലേക്ക് ഇടാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തേക്ക് ഒരു ഫീൽഡ് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, യു റൂയിൻ യുവർ ലൈഫ് എന്നൊക്കെ വേണേൽ നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ ഫസ്റ്റ് ഓഫ് എനിക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്ക് ഇപ്പോൾ ഇവരോട് ഞാൻ പറയുക, പറയാം എൻ്റെ ഒരു അഡ്വൈസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഐ എം സ്റ്റിൽ ലേണിംഗ്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് അല്ല മാർക്കറ്റിൽ. കാര്യം മാർക്കറ്റിൽ ആർക്കും പെർഫെക്റ്റ് ആവാൻ പറ്റത്തില്ല. മൈക്കിൾ ഹെഡ്സൺ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ മാർക്കറ്റിൽ ഒരു മനുഷ്യർക്കും പെർഫെക്റ്റ് ആവാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോൾ പെർഫെക്റ്റ് ആവുന്നു അപ്പോൾ നമ്മൾ പതിയെ മാർക്കറ്റിൽ പെർഫെക്റ്റ് ആവും. അങ്ങനല്ലാതെ നമുക്ക് മാർക്കറ്റ് ഡെലിവറി ഒന്നും പെർഫെക്റ്റ് ആക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ യൂണിവേഴ്സിൽ നമ്മൾ എത്രത്തോളം ചെറുതാണോ അതേപോലെ തന്നെയാണ് ഈ ചാർട്ടിനെ സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല, ഫ്രാക്ടൽ നേച്ചറിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ ഒരു ക്വാണ്ടം ഫിസിക്സ് വെച്ചിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. അതിൽ കുറെ ആൾക്കാർ എന്തിനാ ഇത്ര കോംപ്ലിക്കേറ്റ് ആക്കുന്നത്, ഇതൊക്കെ അങ്ങനെ കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ശരിയാ, പക്ഷെ എനിക്കറിയാലോ എൻ്റെ ഒരു തോട്ട് പ്രോസസ്. അപ്പം ഞാനത് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഡെപ്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ എത്രത്തോളം ചെറുതായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മളെ വലുതായിട്ട് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അറിയാലോ. അതായത് ഒരു സ്ഥലത്ത് കുറച്ച് കൂട്ടം ബട്ടർഫ്ലൈസ് ചിറകടിക്കുന്നത് വേറൊരു സ്ഥലത്ത് വലിയൊരു ഡിസാസ്റ്ററിന് അല്ലെങ്കിൽ വലിയൊരു വിൻഡിന് അതൊരു കാരണമാകുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ചെറിയ റീസൺസ് അതായത് ഇപ്പോൾ ബട്ടർഫ്ലൈ എഫക്റ്റ് കാരണമാണ് സത്യം പറഞ്ഞ വേൾഡ് വാർ ഉണ്ടായത് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഹിറ്റ്ലറിൻ്റെ കേസ് വെച്ചിട്ട് അത് ഗൂഗിൾ ചെയ്താൽ മതി, അത് പറയാനുള്ള ഇഷ്ടം പോലെ ഉണ്ട്. ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യം ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് ബട്ടർഫ്ലൈ എഫക്റ്റ് ആയിരിക്കും. ചിലപ്പം ആരെങ്കിലും ഇപ്പം ജസ്റ്റ് ചുമ്മാ ട്രെയിനിൽ പോകുന്ന നേരം പെട്ടെന്ന് വീഡിയോ കണ്ട് ക്ലിക്ക് ചെയ്ത് ചിലപ്പോൾ ഈ വീഡിയോ ചിലരെ മാറ്റും. പറഞ്ഞ് മനസ്സിലായല്ലോ. എന്നെ മാറ്റിയ പല കാര്യങ്ങളുണ്ട്. അത് ഒന്നെന്ന് പറയുന്നത് ചില ബുക്സാണ്. സയൻറ്റിഫിക് തോട്ട് അല്ലെ സയൻറ്റിഫിക് ടെമ്പറാണ് എന്നെ സത്യം പറഞ്ഞാൽ എന്നെ എല്ലാത്തിലും നിർത്തിയത്. എന്തുകൊണ്ട് നടക്കുന്നത്? ഇപ്പോൾ ട്രേഡിങ്ങിലേക്ക് വന്നപ്പോഴായാലും എന്തുകൊണ്ട് ആ ഒരു സംഭവം ആക്ച്വലി അവിടെ നടക്കുന്നു. എല്ലാവരും പറയുന്നു സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ഫെയർ വാല്യൂ ഗ്യാപ്പ്,
വൈ, എന്തിനത് അങ്ങനെ നടക്കുന്നു, എന്തുകൊണ്ട്, അല്ലെ എന്തുകൊണ്ട് ആ പർട്ടിക്കുലർ ആ ഒരു ഏരിയക്ക് ഇത്ര ഇമ്പോർട്ടൻസ് അതറിയാൻ തുടങ്ങി. ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ഒരു സാധനം വൺസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നമുക്ക് ഒരു സാധനം അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര ഇതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗോൾഡിൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റി തപ്പിപ്പോയി. ആ ഒരു നമ്മൾ ഭയങ്കര ഫണ്ടാവും ആക്ച്വലി. പിന്നെ ചില കാര്യങ്ങളുണ്ട് നമ്മൾ എത്ര ചിന്തിച്ചാലും നമുക്ക് കിട്ടത്തില്ല. എക്സാമ്പിൾ ഗോഡ് ഇറ്റ് സെൽഫ്. അപ്പം ആ കാര്യത്തിന് അതിനെ ആ ഒരു രീതിയിൽ വിടുക. പറ്റുമെങ്കിൽ സ്പിരിച്വലി നമുക്ക് അതിനുള്ള റീസൺസ് എക്സ്പ്ലനേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുക. അത്രേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. തിയറീസ് ഒരുപാടുണ്ട്. പല ആൾക്കാർക്ക് പല തിയറീസ് ആണ്. പക്ഷേ ഏറ്റവും മെയിൻ ഒരു ഐഡിയ അതാണ്. ഇപ്പം ഇൻസെപ്ഷനകത്ത് ഡിക്കാപ്രിയോ പറയുന്നുണ്ട് ആ ഒരു ഡയലോഗ് ഉണ്ട്. ആ ഐഡിയ ഏറ്റവും വലിയൊരു പാരാസൈറ്റ് എന്ന് പറയുന്നത് ഒരു ഐഡിയ ആണ്. വൺസ് ഒരു ഐഡിയ ഒരാളുടെ ബ്രെയിനിൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അയാളിട്ട് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ക്യൂരിയോസിറ്റി വൈസ് ആവാം, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ക്യാരക്ടറിനെ തന്നെ മാറ്റാം. അതായത് ഇപ്പം ട്രേഡ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ നിന്റെ ബ്രെയിനിൽ വന്നു, അത് നിന്നെ ഇപ്പം ഇവിടെ വരെ കൊണ്ടെത്തിച്ചു. കാരണം ഞാൻ PG എടുത്ത ഒരാളാണ്. എനിക്ക് വേണമെങ്കിൽ കംഫർട്ടായിട്ട് ഒരു 9 to 5 ജോലിയും വാങ്ങിച്ച് എവിടെയെങ്കിലും സുഖമായിട്ട് ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ഏറ്റവും അതായത് പറഞ്ഞു ഏറ്റവും വലിയൊരു ബിഗസ്റ്റ് പാരാസൈറ്റ് അതിനെ ക്ലീൻ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവർക്കും ഒന്നും കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് അല്ല ആക്ച്വലി ആസ് എ ട്രേഡർ എന്നൊക്കെ പറയുന്നത്. കാര്യം അതിന് അത്രത്തോളം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്നുമല്ല, നിങ്ങൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. അത് ഫേസ് ചെയ്യാറ് ഒരു പേടി ഇല്ലാതാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ പേടി ഇല്ലാതാകണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ ക്യാഷ് ഉണ്ടായിരിക്കണം. അതൊക്കെ ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് റിസ്ക് എടുക്കാൻ പറ്റുന്ന സമയമുണ്ട് നമുക്ക്. ഫൈനാൻഷ്യലി ഇപ്പോൾ നിങ്ങൾ ഫക്ഡപ്പായി ലെവലിൽ നിന്നാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട് എന്നുള്ള ലെവലിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം റിസ്ക് എടുക്കാൻ പറഞ്ഞിട്ട് നാളെ പോയി ലോൺ എടുത്ത് ട്രേഡ് ചെയ്യണമെന്നല്ലേ പറയുന്നത്. ഇൻ എ ഗുഡ് വേ നിങ്ങൾ മാക്സിമം നിങ്ങൾ വർക്ക് ഓൺ യുവർ സെൽഫ് ആൻഡ് സീ ദ റിസൾട്ട് ആൻഡ് എംബ്രേസ് ദ ലോസ്. യു വിൽ സീ ദ റിസൾട്ട് ഇവഞ്ച്വലി. പിന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇപ്പം ഞാൻ നമ്മുടെ മെൻറ്റർഷിപ്പ് തന്നെ എക്സാമ്പിൾ എടുക്കാം. അതിൽ ഇപ്പം ഈ കുറച്ചിടയായിട്ട് നല്ല രീതിയിൽ തന്നെ പക്കയായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നെക്കാളും പക്കയായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഉണ്ടായിരുന്നാലും ഞാൻ പറയാം എനിക്ക് ചില സമയത്ത് അസൂയ ഉണ്ടാവാറുണ്ട്. ഞാൻ ചില സമയത്ത് ചിന്തിക്കുക ഇത് ഞാൻ കണ്ടില്ല കറക്റ്റ് ട്രേഡേഴ്സ് പ്ലഞ്ച് ഓക്കെ VLP ശരിയാതില്ല. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞ ഒരു എക്സാജറേറ്റ് ഞാൻ തന്നെ ഞാൻ എടുക്കുന്ന എല്ലാ ട്രേഡും സ്ക്രീൻഷോട്ട് ഞാൻ പിന്നെ അയച്ചു കൊടുക്കും. എല്ലാവരും നമ്മുടെ എല്ലായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ സംഭവം ക്ലിക്കായി കിട്ടും. അങ്ങനെയാണത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഗ്രൂപ്പിൽ എത്രയോ ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോഴും എന്നോട് ചിലരും ചെയ്യാറുണ്ട്. ഒരു 3-4 മാസം മുന്നേ വന്ന ആൾക്കാർ പക്കയായിട്ട് ചെയ്യുന്നു. ചിലർ 1 വർഷമായിട്ട് ആ ഒരു ലെവലിൽ സ്റ്റക്കായി കിടക്കുന്നുണ്ട്. ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ ദേ ഡൂയിങ് ഗുഡ്. എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് വന്നിരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ദേ ആർ നോട്ട് ട്രേഡിങ് ഓൺ റിയൽ അക്കൗണ്ട്. അവർ ഈ ഡെമോയിൽ ചെയ്ത് അവർ ഇമോഷണലി മെച്ചുവർ ആവുന്നില്ല. എല്ലാം ചെയ്യുന്നുണ്ട് ടെക്നിക്കലി, ഇമോഷണലി മെച്ചുവർ ആവുന്നില്ല. ഈവൻ ഇമോഷണലി മെച്ചുവർ ആയാലും ചിലവർ ഇപ്പം ഈ റിയൽ അക്കൗണ്ട് ചെയ്യുന്നവർ ചിലർക്ക് ഒരു കറക്റ്റ് ആ ഒരു സെയിം ട്രേഡ് തന്നെ എടുക്കാൻ കഴിയത്തില്ല. ചിലർക്ക് കുറച്ചൊരു സ്പീഡ് കുറവാണ്. അത് ദ വേ ഇറ്റ് സെൽഫ് ആ ഹ്യൂമൻ അങ്ങനെയാണ്. ഒന്നെങ്കിൽ അത് വർക്ക് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. അതിന് ടൈം എടുക്കും. അപ്പം മറ്റൊരാൾ ചെയ്തല്ലോ എന്ന് പറയുന്നൊരു തോട്ടില്ല. ഏറ്റവും വലിയൊരു ബാഡ് ക്വാളിറ്റിയാണ് കമ്പാരിസൺ ട്രേഡർ. അതായത് നീ ഒരിക്കലും എന്നെ വെച്ച് കമ്പയർ നീനക്കും നീ എൻ്റെ അനിയനും ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ട്രേഡേഴ്സാണ്. ഒരിക്കലും നീ അവനെ വെച്ച് കമ്പയർ ചെയ്യരുത്. ഇപ്പം അതൊരു വലിയൊരു കാര്യമാണ്. അപ്പം അത് എനിക്ക് മനസ്സിലായി. എല്ലാവരും യൂണീക്കാണ്. പിന്നെ എല്ലാവരും യൂണീക്കാണ്. അപ്പോഴും നമ്മൾ ആ ഒരു ഏരിയയിലോട്ട് നമ്മളിപ്പം ഞാനിപ്പം വേറെ ആളെ വെച്ച് കമ്പയർ ചെയ്യുക അതൊരിക്കലും അത് എന്താണ് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേക്കും അത് 100 വാങ്ങിച്ചത് നിനക്ക് 50 ഉള്ളൂ. അത് നമ്മളെ വീട്ടുകാർ തുടങ്ങി വെച്ച കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റേണ്ട സമയമൊക്കെ എന്നേ കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ ആ ഒരു ഏരിയയിലോട്ട് നമ്മൾ പോകരുത്. ആ ചാപ്റ്റർ തുറക്കരുത്. അത് ശരി. ഏറ്റവും വലിയൊരു അത് നമ്മളെ തളർത്തും. നമ്മളിപ്പോ ചിന്തിക്കുക ഇപ്പൊ നീ നിന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ വന്നു, നീ നിന്റെ അനിയനോട് വന്നു വിചാരിച്ചു. ഇപ്പം അവനിപ്പോ പക്കയായെന്ന് വിചാരിക്കുക. നീ ഇപ്പോഴും ആ ഒരു ലേണിംഗ് വെച്ച് കിടക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി നീ ചിന്തിക്കുക ഞാൻ അവനോട് വന്നേ ഇല്ലയോ, അവരാ കമ്പാരിസൺ അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ അവനോട് വന്നില്ല എനിക്ക് എന്തുകൊണ്ട് ഇത് പറ്റുന്നില്ല അവന് പറ്റിയല്ലോ എന്നുള്ളൊരു തോട്ട് പ്രോസസ് വരും. അത് നിന്റെ കുഴപ്പമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിന്റെ ആൽഗോരിതം വർക്ക് ചെയ്യുക. ബ്രെയിൻ അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അതിനു വേണ്ടി നീ മനസ്സിലാക്കുക. അതിനാണല്ലോ നമ്മുടെ ഹ്യൂമൻ്റെ ഏറ്റവും വലിയൊരു കഴിവെന്ന് പറയുന്നത്
എന്താണ് നമുക്ക് വിവരമാണ്, വിദ്യാഭ്യാസമല്ല വിവരം. അതായത് ഒരു കാര്യം ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി അത് ഹ്യൂമന് മാത്രമുള്ളതാണ്. അതൊരു ചിമ്പാൻസിക്കില്ല, അതൊരു പട്ടിക്കില്ല. ഒരു പട്ടി വേണമെങ്കിൽ റോഡിന്റെ നടക്കുന്ന അത് ജീവനുള്ള സാധനം എന്താണെങ്കിലും, പക്ഷെ ഹ്യൂമനുള്ളൊരു തിരിച്ചറിവാണ്, വിവേകമാണ് തിരിച്ചറിവ്. സോ ഇതാണ് ഒരു മനുഷ്യന് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് ഇപ്പം നമ്മളൊരു സെയിം മിസ്റ്റേക്ക് ചെയ്തു ആൻഡ് ആ ഒരു മിസ്റ്റേക്ക് അഗെയിൻ ചെയ്യരുത്. ഇതാണ് എന്നെ നേരത്തെ കൊണ്ട് കുഴി ചാടിച്ചത്. സെയിം കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു പൊട്ടത്തരം കഴിഞ്ഞ് എൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയത് എന്ന് എവിടെ റിയലൈസ് ചെയ്യുന്നു അവിടെ നമ്മൾ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാണ് ചെയ്യുന്നത്. അതാണ് ലാസ്റ്റായി ഇപ്പം നിങ്ങൾ ഒരു അക്കൗണ്ട്, എൻ്റെ കാര്യം ഞാൻ പറയാം, ഞാൻ ആരും ഞാൻ പറയുന്നില്ല, എൻ്റെ കാര്യം തന്നെ പറയുന്നത്. ഞാൻ തുടക്കകാലത്ത് എൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ആക്കുമ്പോൾ ഞാൻ ആദ്യം ഏറ്റവും ക്യൂരിയസ് ആവുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്ത മിസ്റ്റേക്ക് ആണോ ഇപ്പം ചെയ്തതെന്നുള്ളതാണ്. അങ്ങനെയാണ് എനിക്ക് അങ്ങനെ റിഗ്രറ്റ് അടിച്ച് അങ്ങനത്തെ ദിവസം ഉറങ്ങാനേ പറ്റത്തില്ല. അതായത് ഡൂയിങ് ദ സെയിം മിസ്റ്റേക്ക് ആൻഡ് അക്കൗണ്ട് ബ്ലോ ആയിട്ട് ഇരുന്ന് വിഷമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ചെയ്യേണ്ട മിസ്റ്റേക്ക് എല്ലാം ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെ മുതലാണ് എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി തുടങ്ങിയത്. ദ മോർ യു മേക്ക് മിസ്റ്റേക്ക് ദ മോർ യു ലേൺ എന്നുള്ളൊരു സംഭവമാണ്. ട്രേഡിങ്ങിലൊക്കെ എന്ന് പറയുമ്പോൾ അല്ലെ ഒരു സ്കിൽ ഡെവലപ്ഡ് സംഭവത്തിലൊക്കെ നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫെയിലേഴ്സ് എല്ലാം നമ്മുടെ ഓരോ പാഠങ്ങളാണ് ആക്ച്വലി, ഓരോ മൈൽ സ്റ്റോൺസ് ആണ്. അതിനെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റണം. അല്ലെ ലോസ് ആയല്ലോ, അല്ലെ അക്കൗണ്ട് ബ്ലോ ആയല്ലോ. ചില ആൾക്കാരുണ്ട് ഒരു അക്കൗണ്ട് എടുത്ത് അത് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ തിരിഞ്ഞു നോക്കത്തില്ല അങ്ങോട്ട്, പിന്നെ അവര് നമുക്ക് പറ്റിയ പണിയല്ലെന്ന് വിചാരിക്കും. പിന്നെ ചിലരുണ്ട് ഒരു അക്കൗണ്ട് എടുത്തിട്ട് 2 വർഷമായിട്ടൊക്കെ റൺ ചെയ്യിക്കുന്നത്. അവർക്ക് പേടിയാ, റിസ്ക് ചെയ്യത്തില്ല. 0.001% ഒക്കെ റിസ്ക് ചെയ്തു. ഞാൻ ചോദിക്കുക എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? സത്യം ക്ലീൻ ആയിട്ട് ഒരു അക്കൗണ്ട് ട്രേഡ് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയാം, നമ്മുടെ സെറ്റപ്പ് API വെച്ചിട്ട് ക്ലീൻ ആയിട്ട് ഒരു ദിവസം ഒരു അക്കൗണ്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ കൂടിപ്പോയാൽ 14 ദിവസം, 2 വീക്സ് മതി ഒന്നേ പാസ്സാവാൻ അല്ലെങ്കിൽ ഫെയിൽ ആവാൻ. രണ്ടിലേതിലൊന്നും നടന്നിരിക്കും. അതിനപ്പുറം സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അയാൾ റിസ്ക് പേടിച്ച് കട്ട് ഓഫ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അയാൾ ട്രേഡ് അതേപോലെ ചെയ്യുന്നില്ല എന്നുള്ളൊരു സംഭവമാണ്. ഇതൊക്കെയാണ് റിയാലിറ്റി. ആക്ച്വലി റിയാലിറ്റി സക്സ് സത്യം പറഞ്ഞാൽ. കാണുന്ന പോലെ ഒന്നും അല്ല ആക്ച്വലി. അതായത് എല്ലാവരും ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് മാത്രമേ പറയത്തുള്ളൂ. ബൈബിളിനകത്തൊരു ബേസിസ് ഉണ്ട്. അതായത് വെള്ള തേച്ച ശവക്കല്ലറ എന്ന് പറയും. അതായത് വെള്ള തേച്ച ശവക്കല്ലറ എന്ന് പറഞ്ഞാൽ ശവക്കല്ലറ അടക്കുന്ന സ്ഥലം. അതിന്റെ മേലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും, മാർബിളൊക്കെ ഇട്ട് വെള്ളയൊക്കെ തേച്ച് ക്ലീൻ ആയിരിക്കും. പക്ഷെ ഇതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അറിയാലോ, ജീർണിച്ച ശവമായിരിക്കും. അപ്പം ആ ഒരു രീതിയിൽ, ആ ഒരു പെർസ്പെക്റ്റീവിൽ ആ ഒരു ശവക്കല്ലറ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് ഓൾറെഡി ഗോൺ എന്നുള്ളൊരു സംഭവം. അതുകൊണ്ട് ഈ മിന്നുന്നതെല്ലാം പൊന്നല്ലെന്ന് പണ്ടത്തെ ആൾക്കാർ പറയുന്നത് കറക്റ്റ് കാര്യമാണ്. അത് ചില കാര്യങ്ങളൊക്കെ ഈ റിലേറ്റ് ചെയ്യുമ്പം ചില പഴഞ്ചൊല്ലുകളാണെങ്കിലും ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രേഡിങ്ങിലേക്ക് വന്നണക്ക് ഇതെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓടുന്നതായിരിക്കും ഒരുപാട് മുന്നേ പല എന്തെല്ലാം കാര്യങ്ങൾ. ഞാൻ ഇതൊക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും, കാള പറ്റുന്ന കയറെടുക്കുക, സെറ്റ് ഫോം ആകുമ്പോൾ ട്രേഡ് എടുക്കാനായിട്ടുള്ള ടെൻഡൻസി, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഇതൊക്കെ ഇതെല്ലാം ഞാനല്ല, നീയല്ല, എല്ലാവരും ചെയ്തിട്ടേ പഠിക്കൂ. ചെയ്യാതെ പഠിക്കാന്ന് വിചാരിക്കണ്ട. അതിനിപ്പോ നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് ദെൻ ബിൽഡ് ഒരു നല്ലൊരു കണക്ഷൻസ്, കമ്മ്യൂണിറ്റി. അതായത് വേർ യു ആർ, വേർ യു സ്പീക്ക്, നിങ്ങൾ ആരുടെ കൂടെ സംസാരിക്കുന്നു കൂടുതൽ, അതാണ് നിങ്ങൾ ദെൻ ബിക്കെയിം. നിങ്ങൾ എഗൈൻ ഞാൻ പറയുന്നത്, ഇഫ് യു കൺസ്യൂം ഷിറ്റ് യു വിൽ പ്രൊഡ്യൂസ് ഷിറ്റ്. അതിലൊരു ഡൗട്ട് വേണ്ട. സർക്കിൾ കുറഞ്ഞാലും കുഴപ്പമില്ല. ആ ചെറിയൊരു സർക്കിളിനകത്ത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് കുറച്ച് പേരുണ്ടെങ്കിൽ അത് എപ്പോഴും ലൈഫിന് ഒരു ഒരു നല്ലതേ കൊണ്ടുവരത്തുള്ളൂ. എപ്പോഴും എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിവിടെ ഞാൻ ആകെ വേറെ ഫ്രണ്ട് ഉണ്ട്, അവൻ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ വന്ന് ഇപ്പൊ നാട്ടിലുണ്ട്. നമ്മള് ജസ്റ്റ് ഇന്നലെ ഒന്നൊക്കെ മീറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോഴും ഇവിടെ നാട്ടിലിപ്പോൾ നമ്മൾ രണ്ടും മാത്രമുണ്ട്. ഞാൻ ഇവിടെ വരും, അങ്ങോട്ട് വരും, ഇത് തന്നെ ഇവിടെ നടക്കും. എൻ്റെ വളരെ കുഞ്ഞ് സർക്കിളാണ് ഇവിടെ, വളരെ ചെറിയ സർക്കിൾ. എനിക്കാണെങ്കിൽ ഫ്രണ്ട്സ് ഇല്ല ആക്ച്വലി. ഞാൻ ഇവനായിട്ട് കണക്ട് ആവുന്നതിന് ആക്ച്വലി ജിമ്മ് പോയി എനിക്ക് അന്നേ എനിക്ക് ഇവനിലൊരു ഇതുണ്ടായിരുന്നു. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഇവൻ ആ ഒരു വെയിറ്റ് പുഷ് ചെയ്യാനാണെങ്കിലും എല്ലാവർക്കും പേടിയുള്ള വെയിറ്റ് എൻ്റെ കൂടെ അടിക്കാൻ ഇവനെ ഉള്ളായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായി ലൈക്ക് ഇവന് 1 ഡേ എന്നെ തിരിഞ്ഞെത്തും. ഇവൻ എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട് ട്രേഡിങ്ങിനെ പറ്റി അന്ന് തുടങ്ങുന്ന സമയത്ത്. അപ്പം ഞാൻ പറഞ്ഞാൽ ശരി, നിനക്കെല്ലാം ഓക്കെ ആകുമ്പോൾ നീ എൻ്റെ അടുത്ത് പോവാ. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പെട്ടെന്ന് വന്നൊരു ഇതാണ് ആക്ച്വലി.
പിന്നെ പല റീസൺസ് കാരണം കുറച്ച് ടൈം അങ്ങ് പോയി. അതന്നെ. പിന്നെ പോയിടത്ത് തന്നെ പിന്നെ വന്ന് നിൽക്കുവാണ്. അതായത് ഒരു റീസ്റ്റാർട്ട് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ലൈഫ് എപ്പോഴും അങ്ങനെയല്ലേ, ലൈക്ക് ഇപ്പം എന്താണ്, പ്രിഡിക്റ്റബിൾ അല്ല ഒന്നും. നമ്മള് എല്ലാം റീസെറ്റ് ആവും ഒരു കുറച്ച് ടൈമിലേക്ക്. ഇപ്പൊ സത്യം പറയാൻ നമ്മൾ ജനിച്ചപ്പോൾ ഉള്ള ബോഡി അല്ലല്ലോ നമുക്ക് ഇപ്പോൾ ഉള്ളത്. ഓരോ സെൽസും ഡൈ ആയി പുതിയ സെൽസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വേറെ ഓരോ ഹ്യൂമൻ ആയിട്ട് ഓരോരോ 8 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 7 വർഷം കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ്ലി പുതിയതാവാണ്. സോ അങ്ങനെ ഒരു റീസെറ്റ് വന്നതൊരിക്കലും നീ അത് പേടിക്കണ്ട, നീ ക്ലീൻ ആണ്, കുഴപ്പമൊന്നുമില്ല. ചില മാസങ്ങളിൽ ഞാൻ പറഞ്ഞില്ല, ചില മാസങ്ങളിൽ ഞാനൊരു 1 month ഒക്കെ അടുപ്പിച്ച് ഇതെടുക്കും, ബ്രേക്ക് എടുക്കും. ഇറ്റ്സ് ഇന്നെവിറ്റബിൾ. നമുക്ക് ഒരു സെറ്റപ്പ് ഉണ്ട്. ഞാൻ പറയുന്ന ഒരു ട്രേഡറിന്റെ ഏറ്റവും വലിയ ബിഗസ്റ്റ് ഫ്ലെക്സ് എന്ന് പറയുന്ന ആളുടെ സെറ്റപ്പ് ആണ് അത്. അല്ലാതെ വേറെ ഒന്നും അല്ല, ഞാനൊന്നും അല്ല മാർക്കറ്റിൽ. ഇഫ് ഐ ഡോണ്ട് ഹാവ് എ സെറ്റപ്പ്, എന്റെ VLP ILP ആണ് ഞാൻ ഈ ഫ്ലെക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറെ ഒരാൾ അതില്ല എങ്കിലും ഞാൻ മാർക്കറ്റിൽ ഒരു പുഴുവാ, ഇപ്പോഴും പുഴുവാ. എന്നാലും ഞാൻ പറയാം, എനിക്ക് ആ ഒരു പുഴുവായിട്ടുള്ള എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനകത്തുനിന്ന് എന്റെ കണ്ണുകൊണ്ടെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് സെറ്റപ്പ്. ഇത് സെറ്റപ്പ് ഇല്ലാതെ മാർക്കറ്റിലേക്ക് ട്രേഡ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി വെപ്പൺ ഇല്ലാതെ വാറിന് പോകുന്നത്. നോളജ് ഇല്ലാതെ നിങ്ങൾ ഇറങ്ങരുത്, ആരും ഇറങ്ങരുത്. കാരണം നോളജ് ഇല്ലാതെ ഇറങ്ങുന്നേക്കാളും ഡേഞ്ചർ ആണ് ഹാഫ് നോളജ് കൊണ്ട് ഇറങ്ങുന്നത്. നോളജ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിക്കും, പക്ഷേ ഹാഫ് നോളജ് കൊണ്ട് ഒരിക്കലും മാർക്കറ്റ് വരാതിരിക്കുക. ഇറ്റ് വിൽ റൂയിൻ യുവർ ലൈഫ്, യുവർ ടൈം, യുവർ എവറിത്തിങ്. സോ ഹാവ് എ ഫെയ്ത്ത്, ഹാവ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് യുവർ സെൽഫ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ട്. ഒരു ഗുഡ് സർക്കിൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഗുഡ് സർക്കിളിൽ ഒരു ഗുഡ് കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ അറൗണ്ട് യു. ടോക്ക് ടു റിയൽ പീപ്പിൾ, ഈറ്റ് റിയൽ ഫുഡ്. ഏറ്റവും മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇതിനെ പറ്റി പറയാൻ തുടങ്ങിയ ഞാൻ സമയം പിന്നെ go to gym, do some physical activities, understand the capabilities of your body. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം. ഇഫ് യു ആർ, നിങ്ങൾ വാച്ച് ചെയ്യുന്ന ഒരു ഹ്യൂമൻ മെയിലാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇഫ് ആർ അറൗണ്ട് ഒരു 20-നും 30-നും വയസ്സിനിടെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ബീസ്റ്റാണ്. ട്രൈ, നിങ്ങളൊരു 2-3 months ഒക്കെ ജിമ്മിൽ പോയിട്ട് നിങ്ങളുടെ ബോഡിയുടെ പൊട്ടൻഷ്യലൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ തിരിഞ്ഞ് നിങ്ങൾ വേറൊരു മനുഷ്യനാവും ആക്ച്വലി. അതുപോലെ പതിയെ നിങ്ങൾക്ക് അത് തോന്നും. പിന്നെ നിങ്ങൾക്ക് വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ അധികം കാര്യമായിട്ട് എടുക്കത്തില്ല. പിന്നെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായ, ചിലർ ചോദിക്കുന്ന കാര്യം, ട്രേഡിങ് ഇമോഷൻലെസ് ആക്കുമോ എന്നുള്ള കാര്യം. അതായത് ഫാമിലി ആയിട്ടുള്ള ഇമോഷൻ, ഗേൾ ഫ്രണ്ടുമായിട്ടുള്ള ഇമോഷൻ, അല്ലെങ്കിൽ അതായത് ഒരിക്കലും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ട്രേഡിങ് ഈസ് സംതിങ് ഡിഫറെന്റ് ആക്ച്വലി. വെൻ യു ആർ ഇൻ ദിസ് ഗെയിം നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒരിക്കലും കുറച്ചൊന്ന് എന്താണ്, കുറച്ചൊരു ഐസൊലേറ്റഡ്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാടൊന്നല്ല, എന്നാലും ചെറിയൊരു ഐസൊലേറ്റഡ് ഫീൽ നിങ്ങൾക്ക് ആദ്യം ഉണ്ടോ. പിന്നെ നിങ്ങളത് എൻജോയ് ചെയ്യാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ എൻ്റെ തൊട്ട് കുറേ നാൾ മുന്നേ, ട്രേഡർ ആവുന്നതിന് മുന്നേ ഞാൻ ഭയങ്കര ദേഷ്യമുള്ള ആളാണ്. എനിക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എനിക്കത് ഉടനെ വേണം. അല്ലെങ്കിൽ എനിക്കങ്ങ് ഭയങ്കര ദേഷ്യവും ഭയങ്കര ഫ്രസ്ട്രേഷനും ഒക്കെയാണ്. എനിക്കിപ്പോൾ മനസ്സിലായി ഇതൊന്നും അല്ല ലൈഫ്. എല്ലാത്തിനും ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇപ്പം എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പം യേശു പഠിപ്പിച്ച മാതൃക ഒരു കാരണത്തിൽ അടിച്ച മറുകാരണം കാണിച്ചു കൊടുക്കുക ഇല്ല. അത് വേറെ കാര്യം. ഞാൻ പറയാം, അതെന്തോ ഇപ്പം ഒരിക്കലും അങ്ങനെ ചെയ്യണമെന്നല്ല. ഇപ്പം നിന്നെ ഒരുത്തം വന്നിട്ട് എന്നെ ആരും വന്നിട്ട് ചില നോക്കി വേറെ കൊടുക്കും, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്താ അവിടെ പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പേഷ്യൻസ് ആണ്. അല്ലാതെ ഇപ്പൊ ആദിയിൽ ദൈവം ആകാശ ഭൂമി സൃഷ്ടിച്ചു, അതൊരു എസ്തറ്റിക് എത്തീസ്റ്റ് മൈൻഡ് സെറ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ദൈവം വന്നിട്ട് ആകാശം ഭൂമി സൃഷ്ടിച്ചോ എന്ന് ചിന്തിക്കുക. പക്ഷെ അവിടെ കാണിക്കുന്നത് ഇതാ ഒമ്നി പൊട്ടൻ്റ് എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു കേപ്പബിലിറ്റിയാണ് ഗോഡിനുള്ളത് എന്നുള്ളതാണ് സത്യം പറഞ്ഞ് കാണിക്കുന്നത്. പിന്നെ പല കാര്യങ്ങൾ ബൈബിൾ വേഴ്സസ് ആണെങ്കിലും ഇപ്പം മഹാഭാരതത്തിലാണെങ്കിലും ഖുറാനിലാണെങ്കിലും പറയുന്ന കാര്യങ്ങളുടെ ഇൻഡെപ്തിലേക്ക് നമ്മൾ ഇറങ്ങി അതിൻ്റെ സ്പിരിച്വൽ വേയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് എനിക്ക് ഇതിനകത്ത് മീനിങ് എന്താണ് എനിക്കുള്ളത്. സോ കണക്റ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. എല്ലാവരും ആ ലെവലിൽ ചിന്തിക്കത്തില്ല. എല്ലാവരും സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബൈബിള് വായിക്കുന്നത്, ഖുറാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നത്, അതൊന്നുമല്ല. ലൈക്ക് ഇപ്പോൾ ചില ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട് എന്നും പറഞ്ഞ് ഞാൻ കള്ളനല്ല. നിങ്ങൾ കുറച്ച് നേരം മാറിയിരുന്നാൽ നിങ്ങൾ കുറച്ച് മെഡിറ്റേഷനാണ് അല്ലേ? മെഡിറ്റേഷൻ മതി, ഒന്നും വേണം. നിങ്ങൾ ജസ്റ്റ് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുന്നാൽ അതൊരു മെഡിറ്റേഷൻ ആണ്. ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ബൈക്ക് ഉണ്ടെങ്കിൽ ചുമ്മാ വണ്ടി എടുത്തിട്ട് ഒരു 100 കിലോമീറ്റർ വണ്ടി ഓടിച്ചു ഒറ്റയ്ക്ക് പോവാം. നിങ്ങളുടെ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളില്ലേ, അതാണ് നിങ്ങൾ. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിൽ നേരെ എൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് ഞാൻ ഒരു റൗണ്ട് അടിക്കും. നിങ്ങൾക്ക് ചിലപ്പോഴുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ
സ്ട്രെസ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നിരിക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതൊക്കെ ഒരിക്കലും ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കാനായിട്ട് ഇരിക്കല്ലേ. കാര്യം അത് വർക്ക് ആവത്തില്ല. ദ മോർ യു പുട്ട് ഇൻ ദ മോർ യു ഫൈൻഡ് ഔട്ട് എന്ന് പറയുന്നത് വേറെ എന്തോ കാര്യത്തിനാണ്, ട്രേഡിങ്ങിലല്ല. ബട്ട് ദ തിങ് ഈസ് ഇഫ് യു ഡോണ്ട് ഹാവ് എ സെറ്റപ്പ് യു നീഡ് ടു വർക്ക് ഓൺ യുവർ സെറ്റപ്പ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതായത് ഞാൻ എൻ്റെ JLP സെറ്റപ്പ് ഞാൻ ഉറക്കം ഉളച്ചിട്ട് 10-12 മണിക്കൂറൊക്കെ ഒരു ദിവസം ഇരുന്നിട്ട് ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഇത്ര നാളായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഞാൻ അതിൻ്റെ കാര്യമല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ്, അല്ലാതെ സെറ്റപ്പ് ബിൽഡ് ചെയ്യുന്നതല്ല. സെറ്റപ്പ് ബിൽഡ് ചെയ്യുന്നത് ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് നിങ്ങൾക്ക് നല്ല യൂണിറ്റ് ടു വർക്ക് യുവർ ഓൺ. നിങ്ങൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണം. സ്മാർട്ട് വർക്ക് അല്ല, ഹാർഡ് വർക്ക് തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാനിപ്പോൾ നിന്നോട് പറയുന്നുണ്ട് തന്നെ നിനക്കുള്ള അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം യു ഓൾറെഡി ഹാവ് എ സെറ്റപ്പ്. നീ ചെയ്യേണ്ട കാര്യം ഞാൻ ഓൾറെഡി ചെയ്ത് എല്ലാം കഴിഞ്ഞു. യു ഓൾറെഡി ഹാവ് എ സെറ്റപ്പ്. നീ അത് ഫോളോ അപ്പ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത് ചെയ്യുമ്പോഴാണ് നിനക്ക് തോട്ട് വരുന്നത് ഇത്രയേ ഉള്ളൂ പരിപാടി. പക്ഷേ നീ അത്രയും മാത്രം ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ടും ചെയ്യാതെ ഫുൾ ടൈം മാർക്കറ്റ് ഇരിക്കുമ്പോഴുള്ള റിസൾട്ടും എടുത്ത് നോക്കുമ്പോൾ തന്നെ നിനക്ക് ഡിഫറൻസ് മനസ്സിലായി. സോ പ്രിസൈസ്ഡ് ഫോമിൽ കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഡസൻ മീൻ അത് വർക്ക് ചെയ്യത്തില്ല എന്നുള്ളതല്ല. അതാ ലെസ് യു വർക്ക് എന്ന് അതിൻ്റെ അർത്ഥം നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതല്ല. ക്ലീൻ ആയിട്ട് ഇപ്പോൾ ചിലരുണ്ട് ജിമ്മിൽ പോയിട്ട് 2, 3, 4 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും, പക്ഷെ അവരുടെ ബോഡി കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. പക്ഷേ 45 മിനിറ്റ്സ് ഐഡിയലി പറയുകയാണെങ്കിൽ 45 മിനിറ്റ്സ് to 1 hour വർക്കൗട്ട് ചെയ്ത് ക്ലീൻ ആയിട്ട് ഡയറ്റ് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിസൾട്ട് ഈസ് വെരി ഡിഫറെൻറ്റ് ദാൻ ദ ഫസ്റ്റ് പേഴ്സൺ. പണ്ട് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഓർമ്മയുണ്ട് എന്നെ കളിയാക്കുമായിരുന്നു 4 മണിക്കൂർ ചെയ്യും. വിവരമില്ല സമയത്ത് ഓരോന്ന് കാണിച്ചു. സൈക്ലിംഗ് ചവിട്ടുമായിരുന്നു 2 മണിക്കൂർ ജിമ്മില്, 1 മണിക്കൂർ സൈക്ലിംഗ്. ഇതൊക്കെ ഞാൻ പറയാം, ഒത്തിരി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി റിസൾട്ട് ഉണ്ടാക്കും. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം എന്നെ ആരും പഠിപ്പിച്ചതല്ലേ. എൻ്റെ ലൈഫിൽ ഞാൻ ഓരോരോ ടൈമിൽ എൻ്റെ ഫക്ഡപ്പായ സിറ്റുവേഷനിലൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ എഴുതി വെക്കും. എഴുതി വെച്ച കാര്യങ്ങൾ റിയലൈസ് ചെയ്യും, റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കും. ഇനിയും ഞാൻ മിസ്റ്റേക്കുകൾ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഇപ്പോഴും എന്നെ സെൽഫ് ടോക്ക് ചെയ്ത് ഞാൻ മാറ്റിയെടുക്കും. ഒരു ട്രേഡർ എന്ന് പറയുന്നത് ഒരിക്കലും ചാർട്ടല്ല. ചാർട്ട് എന്ന് പറയുന്നത് ഒരു അനദർ യൂണിവേഴ്സാണ് ആക്ച്വലി. അവിടെ നമ്മൾ പെർഫെക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുന്ന, പെർഫെക്റ്റ് ആവാൻ പറ്റത്തില്ല. ട്രൈങ് ടു ബി പെർഫെക്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം. യു ആർ നോട്ട് ഗോയിങ് ടു ബി പെർഫെക്റ്റ് അറ്റ് എനി മൊമെൻറ്റ്. ഒരു മൊമെൻറ്റിൽ യു ആർ നോട്ട് ഗോയിങ് ടു ബി പെർഫെക്റ്റ്, എസ്പെഷ്യലി ഇൻ ട്രേഡിങ്. യു ആർ ട്രൈങ് ടു ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യു, എത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ പെർഫെക്റ്റ് ആവാൻ നോക്കുക. നിങ്ങളുടെ എല്ലാവർക്കും ഇപ്പോൾ ഇവൻ്റെ ഒരു ബെസ്റ്റ് വേർഷൻ ഇവൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു ബെസ്റ്റ് വേർഷൻ ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരുടെ ഉള്ളിലും ബെസ്റ്റ് വേർഷൻ ഉണ്ട്. അതാവാനായിട്ട് ശ്രമിക്കുക. കാണുന്ന ഓരോരോ ഫ്ലൂക്കിലും ഓരോരോ ചുമ്മാ കാണുന്നതിലൊന്നും പോയി പെടാതിരിക്കുക. ആക്ച്വലി ട്രേഡിങ് ഈസ് നോട്ട് ആക്ച്വലി ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം. യു നീഡ് ടു വർക്ക് യുവർ നോളജ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടത്തില്ല. സോ ഈ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിങ്ങനെ മുമ്പോട്ട് പോകും, അതുകൊണ്ട് ഞാൻ കട്ട് ഓഫ് ചെയ്യാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇതുപോലൊരു വീഡിയോ നോക്കട്ടെ. ഈ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇവൻ കുറേ കൂടെ ഇമ്പ്രൂവ് ആവട്ടെ. ഒരു 2 months ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള മൈൻഡ് സെറ്റ് ആണല്ലോ നിങ്ങളിപ്പോൾ കേട്ടതല്ല. ഇവൻ്റെ എന്താണ് തോട്ട് പ്രോസസ്സ് കാര്യങ്ങളല്ല. ഐഡിയലി ഇപ്പം ഞാൻ ഇവനെ കൊണ്ട് ഞാനൊരു അക്കൗണ്ട്, ഞങ്ങൾ ഒരുമിച്ചൊരു അക്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെക്നിക്കലി സൈക്കോളജിക്കലി മാത്രമല്ല, ടെക്നിക്കലി ഞാൻ ഇവനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് അപ്ഡേറ്റ്സ് ഒക്കെ പതിയെ ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. So that's it. Thank you. ശരി അപ്പോൾ